നമസ്കാരം. വിവാദങ്ങൾക്കും പടലപ്പിണക്കങ്ങൾക്കുമിടെ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങി. 55 പേരുടെ പട്ടികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയത്. ഇനി വരേണ്ടത് 37 സ്ഥാനാർത്ഥികളാണ്. എംപിമാരായ കെ സുധാകരനും അടൂർ പ്രകാശും ലക്ഷ്യമിടുന്ന കണ്ണൂർ, കോന്നി സീറ്റുകളിൽ തീരുമാനമെടുത്തിട്ടില്ല. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി അടക്കമുള്ള ജില്ലകളിലെ പ്രധാന സീറ്റുകളിലെ കുരുക്കഴിക്കാൻ തീവ്ര ശ്രമം തുടരുകയാണ്. UDF-ൽ ലീഗും കേരള കോൺഗ്രസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമാവാത്തത്? ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ, ശ്രീ ജേക്കബ് ജോർജ്, മാധ്യമപ്രവർത്തകൻ, ഡോക്ടർ PK ഗോപൻ, CPM എന്നിവർ. ആദ്യം ശ്രീ എൻ ശ്രീകുമാർ. 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികൾ എന്നതായിരുന്നു VD സതീശന്റെ വാഗ്ദാനം. 24 കഴിഞ്ഞു, 48 കഴിഞ്ഞു, 49ാമത്തെ മണിക്കൂറിൽ 55 സ്ഥാനാർത്ഥികളുടെ പേര് വന്നിട്ടുണ്ട്. ഇനിയുണ്ട് 37 സ്ഥാനാർത്ഥികൾ. അതിലിപ്പോൾ ചില ജില്ലകളിൽ, ഇപ്പോൾ ഇടുക്കി പോലുള്ള ജില്ലകളിൽ സ്ഥാനാർത്ഥികളെ ആയിട്ടില്ല. തിരുവനന്തപുരത്തെ ക്രൂഷ്യലായിട്ടുള്ള സീറ്റുകളിലൊന്നും സ്ഥാനാർത്ഥികളാകാതെ കിടക്കുന്നു. മാരത്തോൺ മീറ്റിംഗുകൾ പുരോഗമിക്കുകയാണ്. നോമിനേഷൻ കൊടുക്കാനാണെങ്കിൽ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. 23-ാം തീയതി നോമിനേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. കോൺഗ്രസ് ഒരു വിഷമവൃത്തത്തിലായി എന്ന് കരുതണോ? നോക്കൂ ശ്രീ അഭിലാഷേ, കോൺഗ്രസിന് വിഷമവൃത്തത്തിലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കോൺഗ്രസിന്റെ ചരിത്രം ഇങ്ങനെ ആലോചിച്ചെടുക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് കുറച്ച് വൈകിപ്പോയി, ശരിയാണ്. കാരണം പ്രഖ്യാപിച്ച സമയത്ത് അവർക്ക് പ്രഖ്യാപിക്കാൻ പറ്റിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നേരത്തെ ആയിരുന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ പിന്നീട് ഒരുപാട് ചർച്ച ചെയ്ത ശേഷം അവർ പകുതി പേരുടെ പേര് പുറത്തു വന്നു. ബാക്കിയുള്ളത് ഒന്നുമില്ല നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് പുറത്തു വരുമായിരിക്കും. പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പട്ടിക പുറത്തു വന്നിട്ട് ബഹളം ഉണ്ടാകുന്നതിന് ഭേദം ആലോചിച്ചെടുത്തിട്ട് നല്ലൊരു പട്ടിക പുറത്തിറക്കുന്നതല്ലേ. നമ്മളെ ഒരു മിനിങ്ങാന്ന് 2 ദിവസം മുമ്പ് CPM-ന്റെ പത്രിക പുറത്തു വന്നു. അന്നെന്താ പറഞ്ഞത്? ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു ലിസ്റ്റ് പുറത്തിറക്കി. പൂർണ്ണമായും CPM-ന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അവർ കളം പിടിച്ചു. എവിടെ UDF എന്ന് ചോദിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞില്ല, അതാ പൊട്ടിത്തെറി. പാർട്ടിയുടെ തലസ്ഥാനമായ കണ്ണൂരിൽ അവരുടെ പിണറായി വിജയന്റെ ഒപ്പം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന, പിണറായി വിജയൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പം ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ് പുറത്തു വന്നത്. എന്തിന്റെ പേരില പുറത്തു വന്നത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പേരിൽ. അപ്പൊ ആ പട്ടിക കൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായത്? ആ ലിസ്റ്റ് കൊണ്ട് പാർട്ടിക്ക് എന്താ പ്രയോജനം ഉണ്ടായത്? താമസിച്ചിറക്കുന്ന ലിസ്റ്റ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ എന്നുള്ള പ്രശ്നമുണ്ട്. ശരിയാണ്, കണ്ണൂരിൽ CPM-ൽ പൊട്ടിത്തെറിയുണ്ടായി. ഇപ്പൊ പട്ടിക പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി കലാപക്കൊടി ഉയർത്തി. ഇനി കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും ആകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാവും നമുക്കറിയില്ല. ഇന്ന് രാവിലെ ഡൽഹിയിൽ എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയ ശേഷം കെ സുധാകരൻ പറഞ്ഞെന്താണെന്നറിയോ? നമ്മളൊന്നും ഇവിടെ പ്രധാനപ്പെട്ട ആളല്ലല്ലോ, നമ്മളെയൊക്കെ ആര് വിളിക്കാനെന്നാണ്. മുൻ KPC പ്രസിഡന്റ്, കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ കെ സുധാകരൻ മാധ്യമങ്ങളോട് പറയാണ്, എന്നെ ഒന്നും ഇവിടെ ആരും വിളിക്കാൻ പോലും ഇല്ല, അന്വേഷിക്കാൻ പോലും ഇല്ല എന്ന്. അപ്പൊ ഇതിനേക്കാൾ വലിയ പൊട്ടിത്തെറികൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണേണ്ടി വരില്ലേ? നോക്കൂ അഭിലാഷേ, താങ്കൾ ഇപ്പോൾ പറഞ്ഞ തെറ്റിദ്ധാരണയാണ്. കാരണം എന്താണ്? എൽദോസ് കുന്നപ്പള്ളി എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് എനിക്ക് സ്ഥാനാർത്ഥിയാവാൻ AICC സഹായിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാണ്ട് പ്രതിഷേധമല്ലല്ലോ പറഞ്ഞേ. TK ഗോവിന്ദനെ പോലെ പത്രസമ്മേളനത്തിൽ പ്രതിഷേധമാണോ പറഞ്ഞത്? അല്ല, എന്റെ AICC എനിക്ക് സീറ്റ് തരും എന്നല്ലേ പറഞ്ഞത്. പക്ഷെ അവർക്ക് ഇതിലെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാനത് മാറ്റും എന്നല്ലേ പറഞ്ഞത്. എനിക്കെതിരെയുള്ള കേസിന്റെ കാര്യം പത്രക്കാർക്കടക്കം നോക്കാം എന്നല്ലേ പറഞ്ഞത്. അല്ലാണ്ട് പാർട്ടി വിരുദ്ധമല്ലല്ലോ പറഞ്ഞത്. കെ സുധാകരൻ ഡൽഹി ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു അരിശം ഉണ്ടെന്നുള്ള ശരിയാണ്. കാരണം അദ്ദേഹം പരസ്യമായി പറഞ്ഞാണ് എനിക്ക് സ്ഥാനാർത്ഥിയാവണം. പക്ഷെ പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്, പാർട്ടിക്ക് ഒരു നയമുണ്ട്. CPM-നെ പോലെ അല്ലല്ലോ ഇപ്പൊ കോൺഗ്രസ്. നോക്കൂ അഭിലാഷ, നിങ്ങൾ ഈ അടുത്ത കാലത്ത് വിചാരിച്ചിട്ടുണ്ടോ ഇന്നത്തെ ദിവസം, ഇന്നിപ്പോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയൊന്നും ആയിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്തായിരുന്നു? VS അച്യുതാനന്ദന്റെ സന്തത സഹചാരി എന്ന് വെച്ചാൽ ഒരു സന്തത സഹചാരി എന്ന് മാത്രം കാണാൻ പറ്റില്ലല്ലോ സുരേഷിനെ. അച്യുതാനന്ദന്റെ ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആള് എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീ ഗോപനൊക്കെ അക്കാലത്ത് അച്യുതാനന്ദനോടൊപ്പം എപ്പോഴും കണ്ടിരുന്ന നേതാവ്, നേതൃതുല്യനായ ഒരാള്, ഒരു സഹപ്രവർത്തകൻ എന്ന് കണ്ട സുരേഷ് ഇന്ന് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ VS-ന്റെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മലമ്പുഴയിൽ സുരേഷ് വരുമ്പോ? ഉണ്ടായോ? ഇല്ലല്ലോ. സുരേഷിനെ എന്തിന് സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞ് ഏതെങ്കിലും DCC സെക്രട്ടറി പൊട്ടിത്തെറിച്ചവിടെ? ഇല്ലല്ലോ. കോൺഗ്രസ് 3-ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് കാലങ്ങളായി മലമ്പുഴ. 2 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തിരിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഇപ്പം മത്സരിക്കാൻ താല്പര്യപ്പെട്ട്, പൊട്ടിത്തെറിക്കാൻ താല്പര്യപ്പെട്ട ആരും വരില്ലല്ലോ. ശ്രീകുമാർ, അവിടെ മത്സരിച്ച സതീശൻ പാച്ചേനിയാ, ഓർമ്മയുണ്ടോ? ശരിയാണ്, പല ആളുകളും മത്സരിച്ചിട്ടുണ്ട്. സതീശൻ പാച്ചേനി മുതൽ VS ജോയി വരെ പലരും മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് 3-ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് ഇപ്പോ. അത് ആയിക്കോട്ടെ, 3-ാം സ്ഥാനത്തുള്ള മണ്ഡലത്തിൽ VS-ന്റെ അനുയായി വന്നോ? VS-ന്റെ സന്തത സഹചാരി CPM-ൽ നിന്ന് വിട്ട് കോൺഗ്രസിൽ ചേർന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചോ? VS അച്യുതാനന്ദനെ ആലോചിക്കണം.
ഈ CPM-ന്റെ എക്കാലത്തെ നേതാവ്, CPM-നെ നയിച്ച, LDF-നെ നയിച്ച, പ്രതിപക്ഷത്തിരുന്നും ഭരണപക്ഷത്തിരുന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നും പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടിരുന്നും ഒക്കെ നയിച്ച VS-ന്റെ സന്തത സഹചാരി ഇന്ന് മത്സരിക്കുക. എന്താ CPM-ന് പറ്റിയത് അഭിലാഷേ? നിങ്ങൾ അത് ചർച്ച ചെയ്യൂ. CPM-ന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഒരു മിനിറ്റ്, ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുപോലൊരു വിസ്മയം. എന്താ വിസ്മയം? 4-5 വർഗവഞ്ചകരായി ഇപ്പൊ പുറത്ത്. ഇന്നലെ സുധാകരൻ വർഗവഞ്ചകനായി, TK ഗോവിന്ദ വർഗവഞ്ചകനായി. അപ്പൊ ഈ പാർട്ടിയിൽ 5.5 ലക്ഷം അംഗങ്ങളുണ്ട്. അതിൽ എത്ര വർഗവഞ്ചകരുണ്ട്? 1 ലക്ഷം വർഗവഞ്ചകരുണ്ടോ? പുറത്തു പോകുന്നവരൊക്കെ വർഗവഞ്ചകര്, പുറത്തു പോകുന്നവരൊക്കെ പാർട്ടി വിരോധികള്. ഇത് എവിടുത്തെ ഏർപ്പാടാണ്? എന്ത് പറ്റി ഈ പാർട്ടിക്ക്? അതായത് പാർട്ടി ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുമ്പോഴേ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് ഉണ്ടാക്കരുത്, ചർച്ച ചെയ്തുണ്ടാക്കണം. ചർച്ച ചെയ്തിട്ടുണ്ടാക്കണം. ഒരുപാട് ചർച്ചയാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നതെന്നാണ് താങ്കൾ പറയുന്നത്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ PK ഗോപൻ, ഇന്നിപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ മലമ്പുഴ മണ്ഡലത്തിൽ VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന CPM മുമ്പ് മെമ്പറായിരുന്ന A സുരേഷാണ് സ്ഥാനാർത്ഥി. കോൺഗ്രസ് നോക്കൂ, പല സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും മാറ്റിവെച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ, ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാവായിരുന്ന G സുധാകരൻ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ CPIM-ന്റെ ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്ന, ഇന്നലെ വരെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്ന TK ഗോവിന്ദൻ മാസ്റ്റർ മത്സരിക്കുകയാണ്. പയ്യന്നൂരിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്ന, അവിടുത്തെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് സാധാരണ കോൺഗ്രസിലൊക്കെ സീറ്റ് കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ ഒക്കെ ആളുകൾ പുറത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ കേഡർ പാർട്ടി എന്ന് പറയുന്ന CPM-ൽ ഒരു സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇത്രയാണ് നടക്കുന്നത്. ഇനി ബാക്കി എന്തൊക്കെ നടക്കുമെന്ന് പറയാൻ പറ്റില്ല. ശ്രീ അഭിലാഷേ, പുതുകയാത്ര ആരംഭിച്ചപ്പോൾ പറഞ്ഞത് ഓരോ നിയോജക മണ്ഡലത്തിലും ചെന്നിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യുമെന്നാണ്. രണ്ടാമത് പറഞ്ഞു പുതുകയാത്ര തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു എലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ ഉടൻ സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്തുവെന്ന് പറഞ്ഞു. പണ്ട് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായിരുന്ന അബ്ദുറബ്ബ് ഓണം നേരത്തെ ആയിപ്പോയതുകൊണ്ട് പുസ്തകം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുപോലെ എലക്ഷൻ നേരത്തെ പ്രഖ്യാപിച്ചതുകൊണ്ട് അനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ മാറി മാറി പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനോ തീരുമാനിക്കാനോ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇനി കേഡർ പാർട്ടി, K സുധാകരൻ പ്രസിഡൻ്റായപ്പോൾ പറഞ്ഞതെന്താ? സെമി കേഡറാക്കാൻ പോവുകയാണ് കോൺഗ്രസിനെ. നിങ്ങളുടെ കൈ നിൽക്കില്ല, കയ്യിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ജനാധിപത്യം എന്ന് പറയും, കയ്യിൽ നിന്നില്ലെങ്കിൽ നിങ്ങൾ ജനാധിപത്യം എന്ന് പറയും, കയ്യിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പരസ്യവിവാദം പാടില്ല എന്ന് പറയും. അങ്ങനെ മാത്രമേ ആ പാർട്ടിക്ക് പറ്റൂ. ഇനി ശ്രീകുമാർ സാറ് പറഞ്ഞ പ്രശ്നത്തിലേക്ക് വന്നാൽ, ഈ അമ്പലപ്പുഴയിലെ കാര്യം അദ്ദേഹം പറഞ്ഞു, പയ്യന്നൂരിലെ കാര്യം പറഞ്ഞു, തളിപ്പറമ്പയിലെ കാര്യം പറഞ്ഞു, മലമ്പുഴയിലെ കാര്യം പറഞ്ഞു. അതിൽ അദ്ദേഹം തിരുത്തേണ്ട ഒരു കാര്യം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. സുരേഷ് CPM-ന്റെ നേതാവായിരുന്നില്ല, സഖാവ് VS-ന്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ജോലി കൊടുത്തിരുന്ന ആളാണ്. അങ്ങനെ ഒരാളെങ്ങനെയാണ് പാർട്ടി നേതാവാകുന്നത്? അദ്ദേഹം പാർട്ടി അംഗം മാത്രമാണ്. അദ്ദേഹത്തെ പാർട്ടി നേതൃത്വത്തിൽ ഒരു കാലത്തും പരിഗണിച്ചിട്ടില്ല. ഇനി VS ജീവിച്ചിരുന്നാൽ അദ്ദേഹം ഒരു പഞ്ചായത്ത് ഇലക്ഷൻ പോലും മത്സരിക്കാനുള്ള സാധ്യതയില്ല. ശ്രീ സുരേഷ് മലമ്പുഴയിൽ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ നിൽക്കുന്ന ഒരാൾക്ക് ഒരു നിരാശാവാദിക്ക് സാധ്യതയുണ്ട് അവിടെ. ഈ അമ്പലപ്പുഴയിൽ G സുധാകരനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ 80 വയസ്സായി, CPM-ന്റെ സംഘടനാപരമായ തീരുമാനം അനുസരിച്ച് 75 വയസ്സ് കഴിഞ്ഞാൽ പാർട്ടി ഘടകത്തിൽ നിന്ന് ഒഴിയണം, 4 പ്രാവശ്യം MLA ആയി, മന്ത്രിയായി, സിൻഡിക്കേറ്റ് മെമ്പറായി, നല്ല ജോലികളൊക്കെ നിർവഹിച്ചു, നല്ലൊരു പാർട്ടി സഖാവ്. അദ്ദേഹത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ ജോബ് എന്ന് പറയുന്ന ഒരാളിനെ ശ്രീകുമാർ സാർ അറിയുമോ? KPCC സെക്രട്ടറി. അദ്ദേഹം ഇപ്പോൾ എതിരായിട്ട് മത്സരിക്കുകയാണ് അവിടെ. ഇനി നിങ്ങൾ സ്ഥാനാർത്ഥികളെ പലയിടത്ത് തീരുമാനിച്ചു. എൽദോസിൻ്റെ പ്രതികരണം കേട്ടായിരുന്നു ഇന്നത്തെ? എൽദോസ് വീട് കയറി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് അങ്ങ് ഓർക്കുന്നില്ലേ? ഇനി അടൂരിൽ അങ്ങ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലേക്ക് വന്നല്ലോ. അടൂരിലുള്ള കോൺഗ്രസിൻ്റെ സെക്രട്ടറി, അവിടെ ബാബു ദിവാകരൻ പന്തളത്ത് നിന്ന് പോയിരിക്കുകയാണ്. എവിടെ മത്സരിക്കാനാണ് പോയിരിക്കുന്നതെന്ന് ഓർത്തോണം. ഇനി അത് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ KPCC സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ BJP-യിലേക്ക് പോയി. അങ്ങ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മഹേഷിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം BJP-യിലേക്ക് പോയി. കൊട്ടാരക്കര നിങ്ങൾ ഐഷ പോറ്റി എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം സഖാവ് ബാലഗോപാലിനെതിരായിട്ട് മത്സരിച്ച രശ്മി BJP-യിലേക്ക് പോയി. ഇനി അങ്ങക്ക് സന്തോഷകരമായ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ ഇന്ന് കേരളം കേട്ടത്. ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരുമകൻ NDA സ്ഥാനാർത്ഥിയായിട്ട് പോകുന്നു. ആന്റണി സാറിൻ്റെ മകനെ കൊടുത്തു, അനിൽ ആന്റണിയെ.
ശ്രീ കെ കരുണാകരൻ്റെ മകളെ കൊടുത്തു പത്മജയെ. ഇനി ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ നിങ്ങളുടെ MLA ആയി പോയതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല, പകരം മരുമകനെ കൊടുത്തിരിക്കുകയാണ്. ഒഡീഷയിലും ബീഹാറിലും കോൺഗ്രസ് MLA മാർ മുഴുവൻ പോയി BJPയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ്. ഇരു കാലിൽ നിറച്ച് മന്തുമായി ജലാശയത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് അതിലേ നടന്നുപോയി കൈതമുള്ളു കാലിൽ കൊണ്ട് വീർത്ത ആളെ നോക്കി മന്ദായെന്ന് വൈകുന്നേരം 7:30 മണിക്ക് വിളിക്കാമെന്നുള്ളതല്ലാതെ അങ്ങ് ആലോചിക്കേണ്ടുന്ന കാര്യം CPM-ന്റെ നിരാശാവാദികളായിട്ടുള്ള ഏത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അങ്ങ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് സ്ഥാനാർത്ഥി തീരുമാനിക്കുന്ന പാർട്ടി അല്ലത്. 3 വർഷം എന്നൊരു വർഷം ഉണ്ടെങ്കിൽ 3-ാം വർഷം അതേ ദിവസം CPM-ന്റെ സംസ്ഥാന സമ്മേളനം 4 ദിവസം ചേരുമ്പോൾ കേരളത്തിലെ മുഴുവൻ പാർട്ടികളുടെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നവരാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വം. അത് ബ്രാഞ്ച് മുതൽ സംസ്ഥാന സമ്മേളനവും ദേശീയ സമ്മേളനം വരെ. അങ്ങനെ ഒരു സംവിധാനം കോൺഗ്രസിനുണ്ടോ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്, ആത്യന്തികമായി തീരുമാനിക്കുന്നത് അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് വെക്കുന്ന പ്രപ്പോസലാണ്, സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരമാണ്. അല്ല, അടുത്ത ഊഴത്തിൽ അതേക്കുറിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ താങ്കൾ അത് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കാം. ഈ പറഞ്ഞ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്നലെ TK ഗോവിന്ദൻ എന്ന കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിൽ ഏറ്റവും നേതൃത്വപരമായി പങ്കുവഹിച്ച 25 കൊല്ലം ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന TK ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞ എന്താണെന്നറിയോ? പാർട്ടി ഘടകത്തിൽ അദ്ദേഹം അധ്യക്ഷനായി ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ, മണ്ഡലം കമ്മിറ്റിയിൽ, ലോക്കൽ കമ്മിറ്റികളിൽ ഒക്കെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഭൂരിപക്ഷ വികാരം മറ്റൊന്നായിരുന്നു, അഭിപ്രായം വേറെ ഒന്നായിരുന്നു. പക്ഷേ തീരുമാനമായി വന്നപ്പോൾ, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് സംസ്ഥാന സമിതിയിലേക്ക് പോയ ഒറ്റ പേരാണ് PK ശ്യാമളയുടേതെന്ന്. അപ്പോൾ ഈ പറഞ്ഞ ജനാധിപത്യ പ്രക്രിയ നടന്നു, ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയിൽ ഓരോ കമ്മിറ്റികളിലും ചർച്ച ചെയ്ത് അവിടെ വരുന്ന ഭൂരിപക്ഷ പേരല്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷ അഭിപ്രായമല്ല പോകുന്നത് ചില ആളുകളുടെ കാര്യത്തിലെങ്കിലും എന്നുള്ളത് ഒരു പാർട്ടി സഖാവ് പറയുമ്പോഴെങ്കിലും വ്യക്തമാണല്ലോ. തെറ്റാണെന്ന് പറയാൻ കാരണം എന്താ? TK ഗോവിന്ദന്റെ പ്രശ്നം എന്താ? PK ശ്യാമളയാണോ? TK ഗോവിന്ദന്റെ പ്രശ്നം, ഏതാളവിടെ സ്ഥാനാർത്ഥിയായാലും TK ഗോവിന്ദൻ കോൺഗ്രസുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. മിനിയാന്ന് രാത്രിയിലാണ് കോൺഗ്രസുമായിട്ട് ചർച്ച ചെയ്തത്. അല്ലാതെ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥികളെ ഓരോ സ്ഥലത്തേക്ക് 3-4 സ്ഥാനാർത്ഥി വന്ന് KPCC മുൻ പ്രസിഡന്റ് പോലും സീറ്റ് കൊടുക്കാൻ കഴിയാതെ അവർ കിടന്ന് ഓടുമ്പോഴാണ് CPM-ന് സീറ്റ് അവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്നാണോ നിങ്ങൾ ധരിച്ചത്? നേരത്തെ തന്നെ TK ഗോവിന്ദൻ തളിപ്പറമ്പ് കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലമല്ലല്ലോ, അവിടെ TK ഗോവിന്ദന് മത്സരിക്കണം. അപ്പോൾ അദ്ദേഹം ധരിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന കുറച്ച് വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടും മറ്റ് ചില സംവിധാനങ്ങളും ഒക്കെ വെച്ച് അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയാലോ എന്നൊരാശ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് തോൽക്കും. TK ഗോവിന്ദൻ അവിടെ PK ശ്യാമളയല്ല, വേറെ ഏത് ശ്യാമളയെ കൊണ്ട് നിർത്തിയാലും TK ഗോവിന്ദൻ മത്സരിക്കും. അതിന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടി സെക്രട്ടറി ഭാര്യയും തമ്മിൽ എന്താ പ്രശ്നം രാഷ്ട്രീയ കാര്യത്തിൽ? PK ശ്യാമള പിന്നെ ME ഗോവിന്ദൻ മാഷിൻ്റെ ജീവിത പങ്കാളിയായതിനു ശേഷം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണോ? ഇനി ME ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായാൽ അത് PK ശ്യാമളയുടെ ഭർത്താവായതുകൊണ്ടായതാണോ? ഇങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ശരി, ഇത് കോൺഗ്രസിന്റെ മക്കൾ രാഷ്ട്രീയം പോലുള്ളതല്ല. രണ്ട് വ്യക്തികളാണ്, രണ്ട് രാഷ്ട്രീയ, ഒരേ രാഷ്ട്രീയത്തിൽ 2 സാഹചര്യത്തിൽ വളർന്നവരാണ് അവർ ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടേതായ വ്യക്തിത്വം ഉണ്ട്. ME ഗോവിന്ദന്റെ ഭാര്യയായി പോയതുകൊണ്ട് PK ശ്യാമള കുറിച്ചോ അല്ല ഞാൻ പറഞ്ഞത്. പാർട്ടി കമ്മിറ്റികളിലെ ഭൂരിപക്ഷ തീരുമാനമാണോ അംഗീകരിക്കപ്പെടുന്നതെന്നുള്ളതാണ്. നമുക്ക് അടുത്ത റൗണ്ടിൽ വിശദമായി ചർച്ച ചെയ്യാം. ശ്രീ അഭിലാഷേ, തളിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി യുനാനിമസ് ആയിട്ടാണ് തീരുമാനിച്ചത്. ശരി, ഓക്കെ, ആവട്ടെ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അങ്ങക്ക് ഏത് പരിശോധനയും നടത്താം. ശ്രീ TK ഗോവിന്ദൻ പറഞ്ഞത് തെറ്റാണ്. ഏകകണ്ഠമായിട്ടാണ് തീരുമാനിച്ചത് തളിപ്പറമ്പ് അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റി. അത് അദ്ദേഹം പറയുന്നത് തെറ്റാണ്. കാരണം ഏകകണ്ഠമായി ഒരു വ്യത്യസ്ത അഭിപ്രായം വന്നെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, പക്ഷെ തീരുമാനം ഏകകണ്ഠമായിരുന്നു. ഒരു പേര് മാത്രം ചർച്ച ചെയ്യാനാണെങ്കിൽ പിന്നെ കമ്മിറ്റി കൂടേണ്ട കാര്യമില്ലല്ലോ. കമ്മിറ്റിയിൽ നിരവധി പേരുകൾ വരും. അത് 1 അല്ല 2 അല്ല, ചിലപ്പോൾ 3 4 പേര് വരും. കീഴ് കമ്മിറ്റി അംഗീകരിച്ചിരുന്നു. ശരി, ഞാൻ വരാം അതിലേക്ക്. ശ്രീ ജോർജ് പൊടിപ്പാറ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇനിയും 37 പേരുകൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. മാരത്തോൺ ചർച്ചകൾ ഡൽഹിയിൽ നടക്കാണ്. എല്ലാ കാലത്തും കോൺഗ്രസ് ഇങ്ങനെയല്ലേ എന്ന് കുറെ ദിവസമായിട്ട് പറയുന്നുണ്ട്. നോക്കൂ, CPM-ന്റെ പട്ടിക വന്നു, CPI-യുടെ പട്ടിക വന്നു, UDF-ൽ ലീഗിന്റെ പട്ടിക വന്നു, കേരള കോൺഗ്രസ് ജോസഫിന്റെ പട്ടിക വന്നു. ലീഗിന്റെ പട്ടികയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നല്ല പട്ടികയാണെന്ന് വേണം വിലയിരുത്തേണ്ടി വരാൻ. കാരണം അവരുടെ കുത്തക സീറ്റുകളിൽ പോലും പുതിയ ആളുകളെയൊക്കെ പരീക്ഷിച്ചിരിക്കുന്നു, യുവാക്കളെ പരീക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഡു ഓർ ഡൈ ബാറ്റിലിന് വേണ്ടി മറ്റു പാർട്ടികളെല്ലാം അരയും തലയും മുറുക്കി രംഗത്ത് വന്ന് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴും കോൺഗ്രസ് ഇങ്ങനെ മാരത്തോൺ ചർച്ച നടത്തി പോവുകയാണ്. എന്താണ് അടിസ്ഥാന പ്രശ്നമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്,
ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും എന്നൊക്കെ തീരുമാനിച്ചിരുന്നെങ്കിലും ആ പൊതുയുഗ യാത്രയുടെ സമയമായി പോയതുകൊണ്ട് ഘടകകക്ഷികളുമായിട്ടുള്ള ഒരു ചർച്ച വേണ്ട രീതിയിൽ പുരോഗമിച്ചില്ല. ആ കാര്യത്തിൽ ഒരു സമവായത്തിൽ എത്താൻ കഴിഞ്ഞില്ല. ആ സമവായം ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെയും ഈ പ്രതിപക്ഷ നേതാവില്ലാതെ ചർച്ച നടക്കില്ലല്ലോ. അപ്പോൾ ആ പൊതുയുഗ യാത്ര ഒരു പരിധിവരെ ഈ പറഞ്ഞ ഘടകകക്ഷി ചർച്ചകൾക്ക് തടസ്സമായി. മാത്രമല്ല മറ്റു രീതിയിലുള്ള കോൺഗ്രസിനകത്തെ ആഭ്യന്തര ചർച്ചകൾക്കും വലിയൊരളവിൽ ചില വിഘ്നങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തീരുമാനത്തിലേക്ക് എത്താൻ സ്വാഭാവികമായിട്ടുള്ളൊരു കാലതാമസം ഉണ്ടായി. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും പെട്ടെന്ന്, അതായത് വിഷുവിന് ശേഷമേ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയുള്ളൂ, വിജ്ഞാപനം കുറച്ചുകൂടി വൈകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതും ഒരു ഘടകമായി. പിന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് ഒരു അഭിപ്രായ സമന്വയത്തിലെത്താനുള്ള വൈഷമ്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ MP-മാർ പലരും മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കെ സുധാകരനെ പോലെയുള്ള പ്രമുഖ നേതാവടക്കം UDF-ൻ്റെ കൺവീനർ അടൂർ പ്രകാശ് അടക്കമുള്ള MP-മാർ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുക്കാൻ ആവശ്യത്തിലധികം ചർച്ചയും സമവായവും അതുപോലെ തന്നെ ഹൈക്കമാൻഡ് ഇടപെടലും ഒക്കെ വേണ്ടി വരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിന് വിനിയോഗിക്കേണ്ട സമയം ഇത്തരം തർക്കങ്ങൾ അവസാനിപ്പിക്കാനും ഒരു സമവായം കണ്ടെത്താനുമായിട്ട് നീക്കി വെക്കേണ്ടി വരുന്നൊരു സാഹചര്യം നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ഇതൊക്കെ അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചതല്ല, അപ്രതീക്ഷിതമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്, വൈതരണികളാണ്. അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നാലും പഴയ കാലത്തെ അപേക്ഷിച്ച് അങ്ങനെയങ്ങ് വൈകി എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് രാത്രിയോടെ ഒരു പട്ടിക കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ 55 വന്നു, 92-ൽ ഇനി 37 വരാനുള്ളത്. അതിലിപ്പോൾ 4 ഇപ്പോൾ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു, G. സുധാകരനെ പിന്തുണയ്ക്കുന്നു. ഈ പറഞ്ഞ പയ്യന്നൂരിലും അതുപോലെ തളിപ്പറമ്പിലും അവിടെ പിന്തുണയ്ക്കുന്നു. അതുപോലെ ഒരുപക്ഷെ ഒറ്റപ്പാലത്തും ഒരു പിന്തുണയുണ്ട്. അങ്ങനെയാണെങ്കിൽ 4-5 സീറ്റുകൾ കൂടി കഴിഞ്ഞു. ബാക്കി വരുമ്പോൾ ഏതാണ്ട് 30-32 സീറ്റുകളുടെയൊക്കെ കാര്യത്തിലാണ് ഇനി അത്രയേ വരാനുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് പകുതി സീറ്റുകൾ കൂടി ഇന്ന് രാത്രി ഉണ്ടായേക്കാനാണ് സാധ്യത. അപ്പോൾ വല്ലാതെ വൈകി എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ വൈകിയില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ അഭിലാഷേ, ഇപ്പോൾ ഡോക്ടർ P.K. ഗോപൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെല്ലാം ഭദ്രമാണ്, ഇതൊക്കെ അതിനകത്ത്. സത്യത്തിൽ അങ്ങനെയാണോ കാണേണ്ടത്? CPM-ൽ കോൺഗ്രസിനെ പോലെ അല്ലല്ലോ CPM. അത് ഒരു കേഡർ പാർട്ടിയാണ്. പാർട്ടി തീരുമാനമെടുത്താൽ അതിനെതിരെ ആരും പ്രതികരിക്കാറില്ല, ഒരപശബ്ദവും ഉയരാറില്ല എന്നൊക്കെയാണല്ലോ നമ്മുടെ അനുഭവം. പക്ഷേ ഇക്കുറി പതിവിന് വിരുദ്ധമായിട്ട് ഈ അപശബ്ദമായിട്ട് വരുന്നത് ചില്ലറക്കാരല്ല. അമ്പലപ്പുഴയിൽ G. സുധാകരൻ വരുന്നു, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ വരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ തളിപ്പറമ്പിൽ T.K. ഗോവിന്ദൻ വരുന്നു. ഇവരൊക്കെ നിസ്സാരക്കാരാണോ? ഇദ്ദേഹം പറയുന്ന അത്രയും സിമ്പിളാണോ കാര്യങ്ങൾ? ആ പാർട്ടിയിലെല്ലാം സുതാര്യമായി തികച്ചും ജനാധിപത്യപരമായി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ഏകകണ്ഠമായിട്ടാണ് തീരുമാനം എന്നൊക്കെ പറഞ്ഞാൽ, ഈ പറഞ്ഞ അവിടെ മധുസൂദനെ നിർത്തിയാൽ അതിനെതിരെ ആ ഫണ്ട് തട്ടിപ്പിനെ കുറിച്ചൊക്കെ ഈ ഇദ്ദേഹം പറഞ്ഞ ആ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും കണക്ക് സുതാര്യമായിട്ട് അവതരിപ്പിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ G. സുധാകരൻ പറഞ്ഞ പല കാര്യങ്ങളിലും കൃത്യമായൊരു മറുപടി നൽകാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ നേരെ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ വൈകിയില്ലേ, അവർക്ക് അതിൽ വല്ല അച്ചടക്കമുണ്ടോ, സെമി കേഡർ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ ഫുൾ കേഡറായൊരു പാർട്ടിയിൽ ആ കേഡർ സംവിധാനത്തിൽ 35, 40, 50 വർഷം എക്സ്പീരിയൻസ് ഉള്ള അനുഭവ സമ്പത്തുള്ള ആളുകളാണ് ആ കേഡർ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പോലും പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ നോക്കി അത്രയ്ക്കൊന്നും കെട്ടുറപ്പുള്ള ഒരു സംവിധാനം അല്ലാത്ത കുറെ കൂടി ലൂസ് സ്ട്രക്ചറുള്ള ഒരു പ്രസ്ഥാനത്തെ നോക്കിയിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ എന്താ അർത്ഥമാണുള്ളത് ഡോക്ടർ ഗോപൻ? ശരി, ഓക്കെ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കുള്ളിലെ അപജയമാണ്, നിങ്ങൾക്കുള്ളിലെ പൊട്ടിത്തെറികളാണ് കേരളത്തെ കൂടുതൽ ഞെട്ടിക്കുന്നതും അമ്പരപ്പിക്കുന്നതും എന്ന സത്യം അങ്ങ് ദയവായി ഉൾക്കൊള്ളണം. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്തുകൊണ്ട് വൈകുന്നു എന്ന് ചോദിച്ചാൽ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ പട്ടികയിൽ ഒരുപാട് ചർച്ചകൾ നടക്കാറില്ലേ എന്നൊരു മറുപടി ഉണ്ടാകാറുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്താൽ ഇപ്പോൾ മിക്കവാറും എല്ലായിടത്തും MLA-മാരുടെ ഭൂരിപക്ഷമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള മാനദണ്ഡം. അപ്പോൾ MLA-മാരുടെ ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള നേതാക്കളുടെ യുദ്ധം കൂടി ഇതിലൊരു ഘടകമാകാമോ? ശരിയാണ് അഭിലാഷേ, ശരിയാണെന്ന് മാത്രമല്ല അതാണ് കാരണം. ഇതിൻ്റെ അകത്ത് കെ സുധാകരൻ അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് പോകണം. എന്തിനു വേണ്ടി? അടുത്ത എന്തെങ്കിലും ഒരു സാധ്യത കിട്ടിയാൽ ആഭ്യന്തരമന്ത്രി ആകാമല്ലോ, ചിലപ്പോൾ മുഖ്യമന്ത്രി തന്നെ ആയിക്കൊടുന്നില്ലല്ലോ, അതാണ് ലക്ഷ്യം. പിന്നെ പുറകിൽ പിന്നാമ്പുറത്ത് ഒരു KC വേണുഗോപാലുണ്ട്.
ഇതിൻ്റെ അകത്ത് സീറ്റ് നിർണയം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ കയ്യിലാണ്. ആരുടെ? സുധാകരനെന്ന് ഞാൻ പറയുകയില്ല. KC വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കുറേ സീറ്റുകൾ വേണം. ജയിച്ച് കയറുന്നവർ വേണം. ജയിച്ച് കയറുന്ന MLA-മാരാകുമെന്ന് സാധ്യതയുള്ളവരെ സ്വന്തം സ്ഥാനാർത്ഥികളായിട്ട് അവതരിപ്പിക്കണം. പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം ഉറപ്പാക്കലാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് തന്ത്രം. അത് VD സതീശൻ ശരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് VD സതീശൻ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ഈ കാര്യത്തിലൊക്കെ. അദ്ദേഹം പലർക്കും ഓഫർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ 37-നകത്ത് എവിടെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് കുറച്ച് പേരെയൊക്കെ അറിയാം. സതീശന് നേരിട്ട് ബന്ധമുള്ള, നേരിട്ട് സൗഹൃദമുള്ള, നേരിട്ട് അടുപ്പം തന്നെയുള്ള, നല്ല അടുപ്പമുള്ള കുറേ ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. പക്ഷേ അതിനും അപ്പുറത്താണ് KC വേണുഗോപാലിൻ്റെ കയ്യും കളിയും എന്ന് ഓർക്കണം. അതുണ്ട്. അതാണോ ഇപ്പോൾ വൈകാനുള്ള കാരണം? ഇന്ന് KC വേണുഗോപാൽ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പുറകിൽ നിന്നിരുന്ന VD സതീശൻ മ്ലാനവദനായിരുന്നു. ഇന്നലെ അദ്ദേഹം 24 മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു പറഞ്ഞിട്ട് എന്തായി എന്ന് ചോദിച്ചപ്പോൾ ക്ഷുഭിതനായി. സാധാരണയിൽ കവിഞ്ഞ് മാധ്യമങ്ങളോട് ക്ഷുഭിതനാകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ KC വേണുഗോപാൽ ഹൈക്കമാൻഡിൽ അദ്ദേഹത്തിനുള്ള വലിയ സ്വാധീനം ഉപയോഗിച്ച് പരമാവധി അദ്ദേഹത്തിന് അടുപ്പമുള്ളവർ, അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ എന്ന നിലയിൽ സ്ഥാനാർത്ഥി നിർണയം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകുമോ? ഉണ്ട്. അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നിയന്ത്രണത്തിലാക്കാൻ. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഹൈക്കമാൻഡിൻ്റെ കൈ എന്ന് പറഞ്ഞ ശക്തി കൂടുതലുള്ള കൈയാണ് അഭിലാഷേ. അതിന് കരുത്ത് കൂടുതലാ. ഹൈക്കമാൻഡാണ് പറയുന്നത് ആ സീറ്റ് അങ്ങോട്ട് കൊടുത്തേരെ എന്ന് പറഞ്ഞാൽ പിന്നെ അഭിലാഷേ സതീശന് പിന്നെ വോയിസ് ഇല്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു രൂക്ഷമായ സംഭവം തന്നെയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നേരത്തെ തന്നെ KC വേണുഗോപാൽ കണ്ണുവെച്ചതാണ്. അതിൻ്റെ അകത്തൊരു ഇളവ് വന്നത് MP സ്ഥാനത്തിരിക്കുന്നവർ ആരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന് വന്നതോടുകൂടി അവിടെ മാത്രം ഒരു കട്ട് ഹൈക്കമാൻഡ് തന്നെ പറഞ്ഞു. അവിടെയും സുധാകരൻ ഇപ്പോഴും ബലം പിടിച്ച് നിൽക്കുക. സുധാകരൻ ഇപ്പോഴും ഒരു സീറ്റ് കിട്ടിയാൽ മതി. അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ പ്രശ്നം പാർലമെൻറ്റിലേക്ക്, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കണം. അത് കഴിഞ്ഞ് നിയമസഭയിലേക്ക് വരുമ്പോൾ അത് രാജിവെച്ചിട്ട് ഇവിടെ വരണം. അങ്ങനെ ചില MP-മാരുണ്ട് ഇവിടെ. ഇപ്പം അങ്ങനെ പലരും കോൺഗ്രസിലെ പല MP-മാരും നോക്കുന്നത് ആ സീറ്റ് അവിടെ നിൽക്കട്ടെ, അത് ഇലക്ഷൻ കഴിഞ്ഞല്ലേ, അടുത്ത് വരണം. അത് ഭരണം കിട്ടിയാൽ മന്ത്രിമാരാവാമല്ലോ. അതാണ് ലക്ഷ്യം. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം കുറച്ചും കൂടെ ശക്തമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്നാണ് എന്റെ പക്ഷം. ശരി, അതിൽ ശ്രീകുമാർ ഈ സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. എങ്ങനെയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായത്? പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം MLA-മാരും അദ്ദേഹത്തെ തുളച്ചതുകൊണ്ടാണ്. ഹൈക്കമാൻഡ് അഭിപ്രായം തേടിയപ്പോൾ അങ്ങനെ ഒരു നിലയുണ്ടായി. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല CLP ലീഡർ ആവേണ്ടതാണ്. ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഉണ്ടായതിൽ രമേശ് എത്രമാത്രം വ്രണതഹിതനാണെന്ന് നമുക്കറിയാലോ. അദ്ദേഹം പലപ്പോഴും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതേ മാതൃകയിൽ അടുത്ത പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്ന വേളയിൽ എൻ്റെ ഒപ്പം ഇത്ര പേരുണ്ടാവുമെന്ന് ഉറപ്പാക്കുക എന്ന് രണ്ട് നേതാക്കൾ ശാഠ്യം പിടിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ പ്രക്രിയ നടക്കുന്നതുകൊണ്ടായിരിക്കില്ല ഇത്രയധികം തർക്കം. അതല്ലാതെ ഇപ്പൊ വേറെന്ത്? നോക്കൂ അഭിലാഷേ, ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് അധികാരത്തിലെത്തുന്നത് തോന്നിയാൽ അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും രാഷ്ട്രീയത്തിലെ നേതാക്കൾ അവർക്കൊപ്പം നിൽക്കുന്നവരുടെ തലയെണ്ണാൻ ശ്രമിക്കും. തർക്കമില്ല. CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പോയിട്ട് മുന്നിലിരുന്ന് എന്തിനാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ള സെക്രട്ടറിമാരെ ആക്കാൻ? അതിന്റെ ഗുണം അദ്ദേഹത്തിന് ഉണ്ടായി. ഇന്ന് ശ്രീ ഗോവിന്ദൻ മാഷ് താങ്കൾ നടത്തിയ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അഭിലാഷ് നടത്തിയ ഇന്റർവ്യൂവിൽ എന്താ പറഞ്ഞേ? പിണറായി തന്നെ 3ാം ഗവൺമെന്റിനെ നയിക്കും എന്ന് വെച്ചാൽ എന്താണ്? അവിടെ അധികാരത്തിൽ അവര് ജയിച്ചു വരികയാണെങ്കിൽ എല്ലാവരും പിണറായിയെ പിന്തുണയ്ക്കുള്ളൂ. അത് നേരത്തെ പറഞ്ഞു ഗോവിന്ദൻ മാഷ്. അപ്പൊ പിന്നെ കോൺഗ്രസിന്റെ കാര്യം എന്തിനാ ചോദിക്കുന്നേ? ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞല്ലോ ഇങ്ങനെ താല്പര്യം, ശരിയാണ്, താല്പര്യം ഉണ്ടാവും. KK ശൈലജ എന്തിനാ വടകരയ്ക്ക് പറഞ്ഞയച്ചത്? അതുപോലെ കോൺഗ്രസ് പറഞ്ഞയക്കില്ല. വടകരയിലൊക്കെ പറഞ്ഞയച്ചത് എന്തിനാ? തോൽപ്പിക്കാൻ. ഇപ്പൊ പേരാവൂരിലൊക്കെ പറഞ്ഞയച്ചത് എന്തിനാ? തോൽപ്പിക്കാൻ. അതുപോലെ കോൺഗ്രസ് പറഞ്ഞയക്കില്ല. സനോജ് മത്സരിക്കുന്നുണ്ടല്ലോ മട്ടന്നൂര്. എന്താണ് സനോജിനെ തളിപ്പറമ്പിലെ മത്സരിപ്പിച്ചിട്ട് ശ്യാമള ടീച്ചർ എന്താ, ഗോവിന്ദ മാഷ ഭാര്യ എന്താ പേരാവൂരിലെ സണ്ണി ജോസഫിനെ തോൽപ്പിക്കാനായിട്ട് വിടാഞ്ഞത്? അപ്പൊ DYFI നേതാവിനെ, ഒരു സണ്ണി ജോസഫിനെ തോൽപ്പിക്കാനുള്ള ഒരു കരുത്തില്ലേ? അതാണ് ഈ പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഇവിടെ CPM-ലെ ശ്രീ ഗോവൻ, നമ്മളെ കോൺഗ്രസിന് ഒരുപാട് വിഷയങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ CPM-ൽ 10 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന എന്താണ് ശ്രീ ഗോവൻ?
ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിലെ ഒരു ഘടകം ഈ CPM-ലെ നേതാക്കളുടെ വരവാണ്, ഒഴിഞ്ഞുപോക്കാണ്. കാരണം അവരെ സ്വീകരിക്കാതെ പറ്റുമോ? സ്വീകരിക്കാന്ന് വെച്ചാൽ എന്തിനാ? സ്ഥാനാർത്ഥിയാക്കാനല്ല. കാരണം ഒരു പാർട്ടിയിലെ ഭരിക്കുന്ന പാർട്ടിയിൽ അസ്വസ്ഥത ഉണ്ടായിട്ട് ഒരുപാട് പ്രമുഖ നേതാക്കൾ, നിസ്സാരക്കാരല്ല, മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് സെക്രട്ടറി അല്ല, വലിയ വലിയ നേതാക്കൾ പുറത്തേക്ക് വരുമ്പോൾ അവരെ സ്വീകരിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു കർത്തവ്യമാണ്, സൂത്രമൊന്നുമല്ല, ഒരു കടമയാണ്. കാരണം ഈ ഭരണപക്ഷത്തെ തോൽപ്പിക്കാനായിട്ട് ആ പാർട്ടിയെ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നവരെ ഉപയോഗിച്ചുകൊണ്ട് ശിഥിലമാക്കുക എന്നൊരു തന്ത്രമുണ്ട്. അത് കോൺഗ്രസ് വഹിച്ചും. അത് നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. MM മണി എന്താ മാതൃഭൂമി ചാനലിനോട് പറഞ്ഞത്? സുധാകരന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി തെറ്റായി പോയി. സുധാകരനുമായിട്ട് നേതാക്കൾ ചർച്ച നടത്തണമായിരുന്നു. സുധാകരൻ ഫൈറ്ററാണ്, ഇല്ലേ അഭിലാഷേ? പറഞ്ഞില്ലേ മാതൃഭൂമിയില്? പറഞ്ഞില്ലേ? ആരാ പറഞ്ഞ? MM മണി. എന്നാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, 2 ദിവസമായി ഉണ്ടാവും. പറഞ്ഞില്ലേ? ഇന്നലെ TK ഗോവിന്ദൻ ചെറിയ ആളാണോ? TK ഗോവിന്ദൻ ഇന്ന് മര്യാദയ്ക്ക് അദ്ദേഹത്തെ പാർട്ടി അംഗീകരിച്ചിരുന്നെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ആവേണ്ട ആളല്ലേ? ഗോവിന്ദൻ മാഷ് ഏരിയ കമ്മിറ്റി മെമ്പർ ആയിരിക്കുമ്പോഴല്ലേ അദ്ദേഹം സെക്രട്ടറി ആയത്, ഏരിയ സെക്രട്ടറി ആയത്? എന്താ അദ്ദേഹം കണ്ണൂർ സെക്രട്ടറി ആകാതിരുന്നത്? എന്താണ് SFL നിന്ന് വന്ന KK രാകേഷിനെ സെക്രട്ടറി ആക്കിയത്? അതാ പാർട്ടിയിൽ പിണറായി വിജയന്റെ ഇത് കൂട്ടാനായിട്ട്. അല്ലെങ്കിൽ എന്താ മുതിർന്ന നേതാക്കളെ സെക്രട്ടറി ആക്കാതിരുന്നത് എന്തുകൊണ്ടാ? ഇതൊക്കെ ഒരുപാട് പറയാനുണ്ട്, പറയേണ്ടി വന്നാൽ ഒരുപാട് പറയേണ്ടി വരും. പക്ഷെ ഒരു വിഷയമുണ്ട് കോൺഗ്രസിലെ, അല്ല ഒരു വിഷയം, 1 മിനിറ്റ്. കോൺഗ്രസിലെ അവരൊരു തീരുമാനം എടുത്തിട്ട് എന്താണ്, ഈ കേരളത്തിൽ ഒരു പുതിയ യാത്ര നടത്തി കഴിഞ്ഞാൽ ഒരു മാറ്റം വേണം. ആ മാറ്റത്തിന് അടിസ്ഥാനം ഉണ്ടാവണമെങ്കിൽ തർക്കമറ്റ ലിസ്റ്റ് പുറത്തിറക്കണം, പട്ടിക പൂർണ്ണമാകണം, ആരും ആക്ഷേപം ഉന്നയിക്കാൻ പാടില്ല. അപ്പൊ കുറച്ച് വൈകും. അങ്ങനെ വൈകി ഒരു പട്ടിക പുറത്തിറക്കുന്ന ഈ ആദ്യത്തെ ഭാഗം വന്ന ഒരു സമയത്ത് നമ്മൾ മറക്കരുത് എന്ത്, ആദ്യം പട്ടിക പുറത്തിറക്കി ബലൂൺ പറത്തിയവരെ, ഇവ എവിടെയാ ബലൂൺ പറത്തിയവരെ? അവരുടെ പാർട്ടിയുടെ അസ്വസ്ഥതയല്ലേ അഭിലാഷേ? ശരി, PK ഗോപൻ, കോൺഗ്രസിൽ ഈ സ്ഥാനാർത്ഥിത്വ തർക്കം ഉണ്ടാവുന്നതിന് ഉള്ള ഒരു കാരണം മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, MP-മാരായിരിക്കുന്ന ആളുകൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. പരമാവധി ആളുകൾ ഇത്തവണ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാ? ഭരണം മാറും എന്നൊരു അറ്റ്മോസ്ഫിയർ അത്രയധികമാണ്. കോൺഗ്രസ് UDF കേരളത്തിൽ അധികാരത്തിലെത്താൻ പോവാണ്. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ചാൻസ് ആണ്. അതുകൊണ്ട് എനിക്കും മത്സരിക്കണം എന്ന് പ്രധാനപ്പെട്ട ഓരോ ആളും വിചാരിക്കുന്നത് കൊണ്ടാണല്ലോ ഈ സ്ഥാനാർത്ഥികളെ അന്തിമമായി തീരുമാനിക്കാൻ പറ്റാത്തത്. K സുധാകരനെ പോലത്തെ ഒരു നേതാവ്, MP ആയിരിക്കുന്ന ആള്, എനിക്ക് മത്സരിച്ചേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നത് മന്ത്രിയാവാൻ പോവാണ് അടുത്ത മാസം എന്നൊരു തിരിച്ചറിവിലോ അല്ലെങ്കിൽ ആ ഒരു തോന്നലിലോ അല്ലേ? ശ്രീ അഭിലാഷേ, ഒരു രാഷ്ട്രീയ പാർട്ടി താലോലിച്ച് പോറ്റുന്ന അധികാര കൊതിയെ ന്യായീകരിക്കാനാണോ അങ്ങ് ഈ സമയം ഉപയോഗിക്കുന്നത്? ഞാൻ ചോദ്യമല്ലേ ചോദിച്ചത്, ന്യായീകരിച്ചത്. പാർലമെന്റ് മെമ്പർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് പാർലമെന്റ് മെമ്പർ ആവുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 7 അസംബ്ലി മണ്ഡലത്തിന്റെ പ്രതിനിധിയാണ്. അതിനേക്കാൾ വലുതാണോ MLA സ്ഥാനം? അപ്പോൾ MLA ആകുന്നത് അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ മന്ത്രിയാകാൻ അവസരം കിട്ടുമെങ്കിൽ ഇപ്പോൾ വ്യക്തിപരമായ താല്പര്യം, അത് ആ താല്പര്യം പരിപാലിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിനകത്ത് ഒരാളെ ചൂണ്ടിക്കാണിച്ച് തെറ്റു പറയാൻ പറ്റത്തില്ല. അത്ര അധപതനത്തിൻ്റെ രാഷ്ട്രീയമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ അവർ പറയുന്നത്, ശ്രീകുമാർ സാർ ഇവിടെ വാദിച്ചുറപ്പിക്കാൻ ശ്രമിച്ചത്, ഞങ്ങൾ തമ്മിലടിക്കുന്നവരാണ്, ആ തമ്മിലടിക്കുള്ള ആനുകൂല്യം കേരളീയർ അവർക്ക് കൊടുക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് എന്താ ബാധ്യത? ഇടതുപക്ഷം തമ്മിലടിക്കുന്നില്ല, കോൺഗ്രസ് തമ്മിലടിക്കുന്നത് കോൺഗ്രസിൻ്റെ പാരമ്പര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിന് ആനുകൂല്യം കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താ? കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ, അതിനു മുമ്പ് എൻ്റെ മുമ്പിലിരിക്കുന്ന 3 പാനലിസ്റ്റുകളും എന്നേക്കാൾ സീനിയർ മോസ്റ്റായ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മീഡിയ പേഴ്സൺസാണ്. അവർക്ക് അറിയാൻ വയ്യാത്ത കഥയല്ല ഞാൻ പറയുന്നത്. ഇവിടെ ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ താഴെ ഇറക്കാൻ ശ്രീ A K ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ താഴെ ഇറക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇറക്കാൻ നോക്കി നടക്കാതെ വന്നപ്പോൾ 2ാം മന്ത്രിസ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക്. അപ്പോഴാണ് VD സതീശൻ മുഖ്യമന്ത്രി അഴിമതിയുടെ നിഴലിലാണെന്ന് പറയുന്നത്. ശ്രീ K മുരളീധരൻ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനത്ത് വലിയ പൊതുയോഗം വെച്ച് ഉമ്മൻചാണ്ടി നിങ്ങൾ ഷാപ്പുവിൻ്റെ കൂടെയാണ്, കള്ളിച്ച കച്ചവടക്കാരുടെ കൂടെയാണ്, നിങ്ങൾ അഴിമതിക്കാരുടെ കൂടെയാണ്, ഇതൊന്നും ഞങ്ങൾ പറഞ്ഞതല്ല. അപ്പോൾ ഇതെല്ലാം കേരളീയർ കണ്ടു മടുത്തിട്ടാണ് അന്നത്തെ വോട്ടർമാർ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്നത്. അങ്ങനെ വിജയിപ്പിച്ച് അവർ വീണ്ടും അവരെ ഏൽപ്പിക്കാൻ കാരണം എന്താ? ഇപ്പം പറയുന്നത് കോവിഡ് വന്നു, പ്രളയം വന്നു. അതെ സർ, ഗുജറാത്തിൽ കോവിഡ് പ്രളയം വന്ന കച്ച് ദുരന്തം ഉണ്ടായി. കച്ച് ദുരന്തം ഉണ്ടായപ്പോൾ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന
കേശുഭായ് പട്ടേലിനെ പറഞ്ഞു വിടേണ്ടി വന്നു BJPക്ക്. ക്രൈസിസ് മാനേജ്മെന്റ് പരാജയപ്പെട്ടു. അങ്ങനെ മോഡി അവിടെ ആകുന്നത്. ഇവിടെ പിന്നെ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് സുനാമി വരുന്നത്. ക്രൈസിസ് മാനേജ്മെന്റ് പരാജയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം തോൽക്കുന്നത്. ക്രൈസിസ് മാനേജ്മെന്റ് വിജയിപ്പിച്ചു ഞങ്ങൾ. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വീണ്ടും വിജയിപ്പിച്ചത്. ഞങ്ങൾ മുഖ്യമന്ത്രി ശീതളച്ചായയും മറ്റും പറഞ്ഞിട്ട് തമ്മിലടിക്കുന്നുണ്ടോ സാർ? മുഖ്യമന്ത്രിയെ മാറ്റി വേറൊരാളാകണമെന്ന് പറഞ്ഞ് തമ്മിലടിക്കുന്നുണ്ടോ? മന്ത്രിയെ മാറ്റി വേറൊരാളെന്ന് പറഞ്ഞ് തമ്മിലടിക്കുന്നുണ്ടോ? നിങ്ങളിവിടെ അധികാരത്തിൽ വന്നാൽ ഒരേ പാർട്ടി തന്നെ പകുതിയും 4/1 മന്ത്രിമാരെ പങ്കുവെക്കേണ്ടി വരും. തമ്മിലടി ഇപ്പം തുടങ്ങിക്കഴിഞ്ഞു. ഒരു സുധാകരൻ പറയുകയാണ്, എനിക്ക് നിലയും വിലയൊന്നുമില്ല. സഖാവ് പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി KPCC പ്രസിഡന്റായ ആളിന്റെ പേരുകൂടിയാണ് ശ്രീ K. സുധാകരൻ. അദ്ദേഹം കണ്ണീരും കയ്യുമായിട്ട് നടക്കുക, തേരാപ്പാര നടക്കുക. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നോക്കി കുറ്റപ്പെടുത്തുകയാണ്. ഇനി കണ്ണൂരിൽ CPMന്റെ പുതിയ തലമുറ വന്നു. KK രാഗേഷിന് മാത്രമല്ല, പിണറായി വിജയൻ ജില്ലാ സെക്രട്ടറി ആകുന്നത് എത്രാമത്തെ വയസ്സിലാണ് സാർ? കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആവുന്നത് എത്രാമത്തെ വയസ്സിലാണ്? പിന്നെ നമ്മുടെ ഗോവിന്ദൻ മാഷി ജില്ലാ സെക്രട്ടറി ആവുന്നത് എത്ര സമയത്താണ്? അവിടെ വളരെ സീനിയർ മോസ്റ്റ് നേതാക്കൾ കണ്ണൂരിലുള്ളപ്പോഴാണ് അവർ പുതിയ തലമുറയെ വളർത്തുന്നതിൻ്റെ ഭാഗമായി നല്ല ഉറപ്പുള്ള ഒരു ജില്ലയിൽ പുതിയ തലമുറ. അങ്ങനെയാണ് പിന്നെ അവിടെ KV സുമേഷ് MLA ആവുന്നത്, ഇപ്പം സനോജ് MLA ആയി മാറാൻ പോകുന്നത്, ഷംസീർ സ്പീക്കറായിട്ട് വന്നതൊക്കെ അങ്ങനെ പുതിയ തലമുറയെ കൊണ്ടുവന്നത് കൊണ്ടാണ്. TK ഗോവിന്ദൻ അത് മനസ്സിലാകാത്തതല്ല. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. 2 ജില്ലാ തലത്തിലുള്ള സമിതിയുടെ ഭാരവാഹിയായിട്ടിരുന്നു അദ്ദേഹം. വണ്ടിയുള്ളതാണ്. അതുപോലെ ഇപ്പോൾ മറ്റൊരു സമിതിയുടെ സംസ്ഥാന ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബ്ലോക്ക് പ്രസിഡന്റുമായി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി. അദ്ദേഹം അറിയാതാണോ ഭാര്യ ആയത്? അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ല ആയത്, അവർക്ക് ശേഷിയുള്ളത് കൊണ്ടാണ്. അവർ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറാ. അപ്പോൾ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ മാത്രം ആകുമ്പോൾ ഈ കലാപം ഉയർത്തുന്നതിന്റെ യുക്തിയില്ല. പിന്നെ നിങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു. എത്ര പേരെ കാത്തിരിക്കും നിങ്ങൾ? നിങ്ങൾക്കുള്ളത് കൊടുത്തു തീർക്ക്. നിങ്ങൾ ഒരാൾക്ക് കൊടുത്തപ്പോൾ ഞാൻ നേരത്തെ അമ്പലപ്പുഴയിലെ കാര്യം പറഞ്ഞു, അവിടെയുള്ള നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. നിങ്ങൾ കൊട്ടാരക്കരയിൽ സീറ്റ് ഐഷ പോറ്റിക്ക് കൊടുത്തപ്പോൾ നിങ്ങൾ മത്സരിപ്പിച്ച ആൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അത് ശ്രീകുമാർ സാർ കാണുന്നുണ്ടോ? ഞങ്ങളിൽ നിന്ന് വരുന്ന സാധനം സ്വീകരിക്കാൻ അങ്ങ് നിൽക്കുകയാണല്ലോ. ഞങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പ്രശ്നങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ നിൽക്കുകയാണല്ലോ. അപ്പം നിങ്ങളുടെ കൂടയിൽ നിന്ന് ചാടി പോകുന്നതിനെ ആര് പിടിക്കും സാർ? ആദ്യം നിങ്ങളുടെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഞങ്ങളുടെ കൂടയിൽ നിന്ന് വരുന്നവരെ എടുക്കാൻ നോക്ക്. ഞങ്ങളുടെ കൂടയിൽ നിന്ന് വരുന്നത് എങ്ങനെയാ? അതിന്റെ ഒരു മെറിറ്റ് അനുസരിച്ച് ആകേണ്ടവരാണോ ഞങ്ങളുടെ കൂടെ നിന്ന് വരുന്നത്? 4 പ്രാവശ്യം MLA ആയി മന്ത്രിയായി ഞങ്ങൾ അദ്ദേഹത്തിന് സീനിയർ മോസ്റ്റ് ആയിട്ട് പരിഗണിച്ചിട്ട് ചുമതലകൾ മാറ്റി നിർത്തിയ ആളിനെ ആണോ ഞങ്ങൾ പിന്നെ MLA ആക്കേണ്ടത്? അങ്ങനെ ആക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? TK ഗോവിന്ദന് കൊടുത്തുള്ള പദവി കണ്ണൂരിൽ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? അദ്ദേഹം MLA ആയില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് MLA ആക്കാൻ പറ്റുമോ? അപ്പൊ വേറെ ആരും അവിടെ ഇല്ലേ? അപ്പൊ ഞങ്ങൾ അങ്ങനെയല്ല. ഐഷ പോറ്റി 4 പ്രാവശ്യം MLA ആക്കി. ഇനി ഞങ്ങൾ എന്താ അവർക്ക് കൊടുക്കണ്ടേ? ശരി, ഓക്കെ. അങ്ങനെയുള്ളവരെയല്ലേ നിങ്ങൾ പിടിക്കാൻ നിൽക്കുന്നേ? അതായത് അധികാരമോഹികൾ. ശരി, ഓക്കെ, അതാണല്ലോ പോയിന്റ്. ശ്രീ ജോർജ് പൊടിപ്പാറ, അധികാരമോഹികൾ, താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നവർ, ശരി ആവട്ടെ, അവരെയാണ് നിങ്ങൾ പിടിക്കാൻ നിൽക്കുന്നത്. ശരി ആവട്ടെ. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇനിയുള്ള പ്രശ്നം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് ഇനി 24 ദിവസമാണ് ബാക്കിയുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് 22 സിറ്റിംഗ് MLA-മാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ മത്സരിക്കുന്നില്ല എന്ന് ഉറപ്പായി. അത്ര സിറ്റിംഗ് MLA-മാരേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അവധി ദിവസങ്ങൾ കഴിച്ചാൽ നോമിനേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എഫക്റ്റീവ് ക്യാമ്പയിൻ ഡേയ്സ് എന്ന് പറയുന്നത് വെറും 10 ദിവസമാണ് എന്ന കാര്യം കൂടി പരിഗണിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ CPM 56 MLA-മാരെ സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കുന്നു. CPI 7 സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കുന്നു. അവരെത്രയോ കാലമായി ആ ഗ്രൗണ്ടിലുള്ള ആളുകളാണ്. അവരെ നേരിടാൻ വേണ്ടിയിട്ട് പുതിയ ആളുകളെ ഇറക്കുമ്പോൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ പുതുയുഗ യാത്രയുടെ തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർക്ക് ഇപ്പോഴേ അവരുടെ മണ്ഡലങ്ങളിൽ പരിചിതമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര മാറ്റം വന്നേനെ. ശരിക്കും ഓരോ മണിക്കൂർ സ്ഥാനാർത്ഥികളാകാൻ വൈകുന്നതും UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുകയല്ലേ ഉള്ളൂ. അഭിലാഷ് ആ പറയുന്ന കാര്യങ്ങളോടൊക്കെ യോജിക്കാനല്ലാതെ എതിർക്കാൻ കഴിയില്ല. കാരണം അത് അങ്ങനെയായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു, അതല്ലേ അഭികാമ്യം എന്ന ചോദ്യത്തിന് ഒരു മറുചോദ്യമില്ല. അതാണ് അതിൻ്റെ സത്യം. പക്ഷേ ഇതിൽ ഒരു പാർട്ടിയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പൊതുയുഗ യാത്ര തന്നെ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോക്കിന് ചെറിയ തടസ്സമായി. ആ യാത്ര സൃഷ്ടിച്ച ആ ഒരു ആവേശം UDF-നെ സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പ് വലിയ മുതൽക്കൂട്ടാണ്. സ്വാഭാവികമായിട്ട് അതിന് കൊടുക്കേണ്ടി വരുന്ന ഒരു മറുവിലയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടാകുന്ന ഇപ്പോൾ ഉണ്ടായിട്ടുള്ള 10-48 മണിക്കൂർ വൈകുന്ന ഒരു സാഹചര്യം.
അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇടതുപക്ഷത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് കൂടുതൽ സിറ്റിംഗ് MLA-മാരുണ്ട്, അവർക്ക് കൂടുതൽ പരിചയപ്പെടേണ്ട. അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിനുമുണ്ട് കുറച്ചുകൂടി എളുപ്പം. 52ഓളം സിറ്റിംഗ് MLA-മാരെ പ്രഖ്യാപിക്കാം. CPI-ക്കാണെങ്കിലും ഏതാണ്ട് അത്രത്തോളം തന്നെ 17 പേരോ മറ്റോ അവർക്കും പ്രഖ്യാപിക്കാൻ. അപ്പോൾ അവരെ സിറ്റിംഗ് MLA-മാരെ അല്ലാത്തവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട 2, 3, 4 പേരെ അവരുടെ കാര്യമാണ് അതിനകത്ത് വരുന്നുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 20, 21 സിറ്റിംഗ് MLA-മാരേ ഉള്ളൂ. ബാക്കി 92 സീറ്റിലേക്ക് പുതിയ ആളുകളെ കണ്ടെത്തണം. അവിടെ 1-ലേറെ, 2-ലേറെ, 3-ലേറെ, 4-ലേറെ ആളുകളുണ്ടാവും. അവരെല്ലാം അർഹതയുണ്ട്, പലതുകൊണ്ടും അവർക്കൊക്കെ അവകാശങ്ങളും ക്ലെയിമും ഉണ്ടാവും. പക്ഷേ അത് മുഴുവൻ സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ദീർഘമായ ചർച്ച വേണം. CPM-ലെ പോലെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ അതേപടി അനുസരിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ളവരല്ല കോൺഗ്രസ്സിലുള്ളവർ. അവരവരുടെ ക്ലെയിം വെക്കും, അവർ എല്ലാവിധ സാമൂഹിക സമ്മർദ്ദങ്ങളും വെക്കും, ചിലപ്പോൾ സാമുദായിക സമ്മർദ്ദങ്ങളുണ്ടാവും. ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ സ്വാഭാവികമായൊരു കാലതാമസം ഉണ്ടാകും. അതങ്ങനെ അല്ലായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്നുള്ളത്, കോൺഗ്രസിന് എത്ര അഭികാമ്യമായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. താങ്കൾ പറയുന്നത് കോൺഗ്രസിൻ്റെ നാശത്തിനല്ല, നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യമില്ലേ, പുതുമുഖങ്ങളല്ലേ, അവർക്ക് മണ്ഡലത്തിൽ പരിചയപ്പെടേണ്ടേ, ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഈ സമയനഷ്ടം വലിയ ക്രൂഷ്യലായി മാറില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ന്യായമാണ്, അല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ ഇത് കോൺഗ്രസ്സാണ്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വൈകിപ്പോയി. പിന്നെ ഡോക്ടർ ഗോപൻ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരാൾ ചാടി വന്നാൽ CPM കാണിക്കുന്ന ആ ഒരു ആവേശം, അതായത് ഇപ്പോൾ സരിൻ പാലക്കാട് സ്ഥാനാർത്ഥിത്വം രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തതിൻ്റെ പേരിൽ അതുവരെ അവരുടെ സോഷ്യൽ മീഡിയ സെല്ലിൻ്റെ ചുമതലക്കാരനായിരുന്ന സരിൻ അതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസുമായിട്ടുള്ള, അതിനു മുമ്പ് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുള്ള, അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി അദ്ദേഹത്തെ കുടുംബത്തെ ആക്രമിച്ച് കളിച്ച ആളാണ്. ആ സരിൻ കോൺഗ്രസ് വിട്ട നിമിഷം പാലക്കാട് പോലുള്ളൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഒരു വിഷമം ഉണ്ടായില്ല. അദ്ദേഹത്തെ ചുവപ്പ് പരവതാനി വിരിച്ച് പല്ലക്കിലേറ്റിക്കൊണ്ടുപോയി അദ്ദേഹത്തെ ജില്ലാ ഓഫീസിലെത്തിച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ഇപ്പം കിടക്കുന്നു പാവം, വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ, സരിൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ KV തോമസ്, നിങ്ങളീ പറയുന്ന G സുധാകരൻ്റെ കാര്യത്തിലുള്ളത് എല്ലാം അദ്ദേഹത്തിനും ബാധകമാണല്ലോ. ഒരു പരിധി വരെ അതിൽ കൂടുതൽ ബാധകമാണ്. അത്രത്തോളം MLA ആയി, അത്രത്തോളം MP ആയി, കേരളത്തിലെ മന്ത്രിയായി, കേന്ദ്രത്തിലും മന്ത്രിയായി. അങ്ങനെയുള്ളൊരു മനുഷ്യനെ കോൺഗ്രസ് വിട്ടു, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ചാടിക്കാൻ പച്ചല കാണിച്ച് എത്ര നാൾ അദ്ദേഹത്തെ നിങ്ങൾ വശീകരിച്ചെടുത്തു. അവസാനം അദ്ദേഹം അതിൽ നിന്ന് മാറിയപ്പോൾ ലൈസൺ ഓഫീസറായിട്ട് നിയമിച്ചു. അതല്ലേ സംഭവിച്ചത്? അങ്ങനെ എത്ര പേരെ, KP അനിൽകുമാറിനെ, അതുപോലെ തന്നെ പ്രശാന്തിനെ എന്താ ചെയ്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയില്ല. അവർക്കൊക്കെ പ്രത്യേകിച്ച് എന്ത് യോഗ്യതയുള്ളത്? കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ചെന്നാൽ പരിശുദ്ധാത്മാക്കൾ ആ നിമിഷം മാമോദീസ മുക്കും, അതുപോലെ തന്നെ ജ്ഞാനസ്നാനം കൊടുത്ത് അവരെ പാർട്ടിക്കകത്ത് ചേർക്കുക. അപ്പോൾ ഈ മഹത്വമൊന്നും പറയാനില്ല. കോൺഗ്രസ് പിന്നെ അങ്ങനെയുള്ള എന്താ പറയുക, കുറച്ചുകൂടെ അയഞ്ഞ ചട്ടക്കൂടുള്ള പാർട്ടിയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യയശാസ്ത്ര ഇതുമില്ലാത്ത, ഒരു കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമില്ലാത്ത, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മുഖമുദ്രയാക്കിയ ഈ മനുഷ്യരെയൊക്കെ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് വിട്ടു എന്ന ഒറ്റ കാരണത്താൽ കാലങ്ങളായി അനുഭവ സമ്പത്തുള്ള ഈ ഇത്രയും വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്നതിന് എന്ത് ന്യായീകരണം ഉള്ളത്? ശരി, ഓക്കെ, അത് ന്യായം അതിന് പറയാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് നൂർബിന റഷീദ് നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. വനിതാ ലീഗ് നേതാവ്, കഴിഞ്ഞ തവണ കോഴിക്കോട് സൗത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു. ശ്രീമതി നൂർബിന റഷീദ്, ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക 25 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ വരുമ്പോൾ തൃപ്തയാണോ താങ്കൾ? അല്ല, തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും. ഞങ്ങൾ അടുത്ത പാരമ്പര്യമാണ്. ഞങ്ങൾ തങ്ങൾക്കെതിരെ ഒന്ന് സംസാരിച്ചിട്ടോ തങ്ങളെ മുൻമുന്നിൽ നിർത്തിയിട്ടോ ഒരു പ്രസ്താവനകളും ഒന്നും ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഞാനോ എൻ്റെ വനിതാ ലീഗിന്റെ സഹപ്രവർത്തകരോ ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കൊരു സങ്കടമുണ്ട്, ഞങ്ങൾക്കൊരു ദുഃഖമുണ്ട്, ഞങ്ങൾക്കൊരു പ്രതിഷേധമുണ്ട്. കാരണം വനിതാ ലീഗിനെ പാടെ മറന്നു കളഞ്ഞു എന്നുള്ളതാണ്. പാർട്ടിയിലെ മെമ്പർഷിപ്പിലെ പകുതിയിലധികം വനിതാ ലീഗിന്റെ ആൾക്കാരാണ്. ഞങ്ങളാണ് പാർട്ടി മെമ്പർഷിപ്പും പാർട്ടി മെമ്പർഷിപ്പ് ഫണ്ടും. അല്ല, പക്ഷേ ശ്രീമതി നൂർബിന റഷീദ്, ഒരു കാര്യം ശ്രദ്ധിക്കണം. ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ 2 സ്ത്രീകൾ ഇടം പിടിച്ചു. ജയന്തി രാജനും ഫാത്തിമ തഹ്ലിയും. 2 സ്ത്രീകളുള്ള ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയാണിത്. കുഴപ്പമില്ല, ലീഗ് ചരിത്രം കുറിക്കട്ടെ, അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അത് യൂത്ത് ലീഗിന്റെ, ഒരാൾ യൂത്ത് ലീഗിന്റെ മുഖമാണ്. അവര് വനിതാ ലീഗിന് വേണ്ടി പ്രവർത്തിക്കുകയോ വനിതാ ലീഗിലൂടെ വന്നവരോ അല്ല. ഹരിത കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് എയറിൽ നിറഞ്ഞു നിൽക്കുന്ന പലവിധ സംഭവ വികാസങ്ങളും അവര് പാർട്ടിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനത്തെ പൊളിറ്റിക്സിലൂടെ അല്ല വനിതാ ലീഗ് പ്രവർത്തിച്ചത്. വനിതാ ലീഗിന് ശൂന്യതയിൽ നിന്ന് കെട്ടിപ്പടുത്തവരാണ് വനിതാ ലീഗിന്റെ ഉന്നമനത്തിൽ ഇരിക്കുന്നവരും ഇന്നത്തെ അണികളും.
ഒരുപാട് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ ചെയർപേഴ്സൺമാരായി കഴിവ് തെളിയിച്ച ഒരുപാട് വനിതാ ലീഗിന്റെ പ്രവർത്തകർ കേരളത്തിലുടനീളമുണ്ട്. അപ്പം അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരിച്ച പ്രസിഡന്റുമാർ എത്ര പേരുണ്ട് വനിതാ ലീഗില്? അങ്ങനെ തഴക്കവും പഴക്കവും ചെന്ന് പ്രഗത്ഭരായ വനിതകളെ മാറ്റി നിർത്തിക്കൊണ്ട് വനിതകളിൽ തലമുറ മാറ്റം പറയുന്നുണ്ടെങ്കിൽ അത് പുരുഷന്മാർക്കും ബാധകമാണ്. അല്ല, പുരുഷന്മാരും ഒരുപാട് പേര്, അല്ല ഒരു സെക്കൻഡ് ശ്രീമതി നൂർബിന റഷീദ്, ഒരുപാട് പേര് ഇപ്പം MK മുനീർ, PMA സലാം, KPA മജീദ് അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ ഇത്തവണ മാറിയിരുന്നു. യുവാക്കളായ എത്ര ആളുകൾ വന്നു? PK ഫിറോസ്, നജീബ് കാന്തപുരത്തിന് നേരത്തെ തന്നെ ഉണ്ട്, ഫൈസൽ ബാബു വന്നു, എത്ര പേര് വന്നു? PK നവാസ് വന്നു, അഷ്റഫ് അലി വന്നു, അതുപോലെ തന്നെ വനിത അതേപോലെ ഈ പറഞ്ഞ അഷ്റഫ് അലിയൊക്കെ പോലെ വനിതയായ ഫാത്തിമയും വന്നു എന്നല്ലേ ഉള്ളൂ. PK ഫിറോസ് കഴിഞ്ഞ പ്രശ്നം ഒന്ന് മത്സരിച്ച് തോറ്റ വ്യക്തി തന്നെയാണ്. ഞാനിത് പറയുന്നില്ല. പക്ഷേ വനിതാ ലീഗിന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് വനിതാ ലീഗിന് കൽപ്പിക്കുന്ന അയോഗ്യത എന്തെന്നാണ് നമ്മൾ അറിയേണ്ടത്. വനിതാ ലീഗ് വരണ്ടേ? എന്താണ് മിസ്റ്റർ അഭിലാഷ് പറയുന്നത്? വനിതാ ലീഗ് ഇത്രയും 35-40 കൊല്ലം പണിയെടുത്തിട്ട് വനിതാ ലീഗിന് ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ മാന്യമായി നിന്ന് മാന്യമായ രീതിയിൽ നമുക്ക് സീറ്റിന് വേണ്ടി ചോദിക്കുമ്പോൾ സമസ്തയുണ്ട്, സമസ്ത നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല, സമസ്ത നിങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ മാന്യമായ രീതിയിൽ അടങ്ങി ഒതുങ്ങി മാറി നിന്ന ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് സംവരണമില്ല. ഇന്ന് സംവരണം വന്നിട്ടില്ല, സംവരണമില്ല, ഒന്നുമില്ലാതെ ഇരുന്നിട്ടും വനിതാ ലീഗിൽ നിന്ന് വനിതകളെ കൊണ്ടുവരാതെ യൂത്ത് ലീഗിനും മറ്റും കൊണ്ടുവന്നാൽ അവിടെയും വനിതാ ലീഗിന്റെ നഷ്ടത്തിലാവുന്നത്. അല്ല, അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, കഴിഞ്ഞ തവണ താങ്കൾ കോഴിക്കോട് സൗത്തിൽ സ്ഥാനാർത്ഥിയായി. കോഴിക്കോട് സൗത്തിൽ മത്സരിച്ചു, പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ചൂണ്ടിക്കാണിച്ച കാര്യം ഈ പറഞ്ഞ സമസ്ത പോലെയുള്ള യാഥാസ്ഥിതിക നിലപാടുകാരുടെ എതിർപ്പും മറ്റുമൊക്കെയാണ്. ഫാത്തിമയ്ക്ക് അത് ബാധകമാവില്ല എന്നാണോ? അല്ല, ഇന്നിപ്പം സമസ്തയൊന്നും ഇല്ലേ? എനിക്കതാ ചോദിക്കുന്നത്. ഇവരെ നിർത്തുമ്പം അന്നിപ്പോ ഞാൻ പറയുന്നത് നൂർബിന റഷീദ് തോറ്റത് കൊണ്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ എന്റെ കൂടെ തോറ്റവരാണ് ഷാജി, ഫിറോസ്, പാറക്കല്, ഗഫൂർ, അങ്ങനെ തുടങ്ങി എല്ലാവരും മത്സരിച്ചോട്ടെ. ഞങ്ങൾക്ക് ഒരു പ്രതിഷേധവുമില്ല, ഞങ്ങൾക്കൊരു ഇതുമില്ല. പക്ഷെ എന്നെ പോലെ തന്നെയല്ല, സൂറാ മമ്പാടി തുടക്കം മുതൽ സ്ഥാനാർത്ഥിത്താക്കുമെന്ന് പറഞ്ഞു, ഷുവർ സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു, കുളിച്ചു ടീച്ചർ പറഞ്ഞു, പേരാമ്പ്രയിൽ നിർത്തുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് യൂത്ത് ലീഗിന്റെ പ്രതീതിയെ തന്നെ കൊണ്ടുവരാന്ന് പറയുന്നത് അത് തീർത്തും വേദനാജനകമാണ്. സുഹറ മമ്പാടിനെ സ്ഥാനാർത്ഥിയാക്കാതെ ഫാത്തിമ തെഹ്ലിയെ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായി പോയി എന്നുള്ളതാണ് വനിതാ ലീഗിന്റെ നിലപാട്. അങ്ങനെയല്ല അഭിലാഷ്, അത് ട്വീറ്റ് ചെയ്യണ്ട പ്ലീസ്. ഞങ്ങൾക്ക് ഈ മാധ്യമത്തിലൂടെയും മീഡിയയിലൂടെയും പാർട്ടിയെ വേദനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല. അതേസമയം ഇപ്പോഴത്തെ പുതിയ തലമുറകളൊക്കെ എങ്ങനെയാണ് ഇവര് പ്രഷർ ടാക്ടിക്സും പ്രഷർ പൊളിറ്റിക്സും ഒക്കെ നടത്തിയെന്ന് മീഡിയക്കും അറിയാം, ഈ നാട്ടിലെ ജനങ്ങൾക്കും അറിയാം. ഇന്നും ഏറെ ചുറ്റിക്കളിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ 10-40 കൊല്ലവും പാർട്ടിയെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കില്ല. ഈ യുവ ലീഗ് നേതാക്കൾ, യുവ വനിതാ നേതാക്കൾ പ്രഷർ പൊളിറ്റിക്സ് കളിച്ചു എന്നാണോ? പ്രഷർ പൊളിറ്റിക്സ് അല്ല, അവരുടെ ക്വാളിഫിക്കേഷൻ എന്തെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങളൊക്കെ മറന്നുപോയോ? അവര് തങ്ങളെ പറഞ്ഞതും ആ വേർഡ് റിപ്പീറ്റ് ചെയ്യാൻ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്നും വിരൽത്തുമ്പിൽ ചലിപ്പിച്ചാൽ അതൊക്കെ ഏറെ ഡൗണിലേക്ക് എത്തിവരും. അപ്പം അതാണോ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഇനി പുതിയ തലമുറയിൽ വളർന്നു വരുന്ന വനിതാ ലീഗ് പ്രവർത്തകർ അത് പഠിക്കണമെന്നാണ് പറയേണ്ടത്. ഇക്കാര്യത്തിലെ പ്രതിഷേധം തങ്ങളെ അറിയിക്കുമോ? എന്താണ് വനിതാ ലീഗ് ആലോചിക്കുന്നത് ഇക്കാര്യത്തിലെ പ്രതിഷേധം? വനിതാ ലീഗിന്റെ പ്രതിഷേധങ്ങളൊക്കെ നേരത്തെ തന്നെ ആവശ്യഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ഇൻ പാർട്ടിയിൽ പറയാറുണ്ട്, പക്ഷെ നിങ്ങളെ മുമ്പിൽ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ വനിതാ ലീഗ് ഞങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഒരുപാട് അണികൾ കേരളത്തിലുടനീളം വേദനിച്ചിന്ന് വൈകുന്നേരം മുതൽ ദുഃഖിച്ചിരിക്കുന്നത് അവരുടെ ഫോൺ കോൾ നിമിത്തമാണ്. നൂർബിൻ സാർ, നിങ്ങളെങ്കിലും ഒന്ന് പ്രതികരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. വളരെ നന്ദി ശ്രീമതി നൂർബിന റഷീദ് സംസാരിച്ചതിന്. വനിതാ ലീഗ് പുതിയ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിൽ അസ്വസ്ഥരാണ്. അവരുടെ പ്രതിഷേധവും വേദനയും പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫാത്തിമ തെഹ്ലിയ സ്ഥാനാർത്ഥിയായി പേരാമ്പ്രയിൽ വനിതാ ലീഗിന്റെ അക്കൗണ്ടിലല്ല, അത് യൂത്ത് ലീഗിന്റെ അക്കൗണ്ടിലാണ് എന്നുള്ളതാണ്. പ്രഷർ പൊളിറ്റിക്സ് കളിക്കുന്നു പുതിയ തലമുറ എന്നുള്ളത് ഒരു വിമർശനമായി ഉന്നയിക്കപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ അതൊരു വിവാദവുമായേക്കാം. ശ്രീ ജേക്കബ് ജോർജ്, നമ്മൾ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് സംസാരിച്ച് വരികയായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ വൈക്കത്ത് സണ്ണിയം കബിക്കാടിനോട് സംസാരിച്ചു.
അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്നൊരു പൊതുപ്രതീതി ഉണ്ടായി. അദ്ദേഹം പരസ്യമായി അത് മാധ്യമങ്ങളെയും മറ്റോ അറിയിക്കുകയും അത് കൺഫേം ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് സീറ്റില്ല. CK ജാനുവിനെ മാനന്തവാടിയിൽ മത്സരിപ്പിക്കും എന്നൊരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ CK ജാനുവിന് സീറ്റ് കിട്ടിയില്ല. ഈ സമൂഹത്തിലെ ഇതുപോലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, വിവിധ ധാരകളിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിജീവികളെ, അതുപോലെ കോൺഗ്രസിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ആളുകളെയൊക്കെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് VD സതീശന്റെ ഒരു ആഗ്രഹവും ഗ്രാൻഡ് ഡിസൈനും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം ശക്തമാവുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുക അവർക്ക് സീറ്റ് എന്ന നിലയായി മാറിയോ? അഭിലാഷ്, ഞാൻ നൂർബിന റഷീദ് പറഞ്ഞതിനെക്കുറിച്ച് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. ഒരു കാലത്ത് നൂർബിന അവിടെ ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു കാലത്തെ ജില്ലാ കൗൺസിൽ പ്രസിഡന്റൊക്കെ തിരഞ്ഞെടുപ്പൊക്കെ നടന്നപ്പോഴല്ലോ ആദ്യഘട്ടത്തിൽ, അന്ന് വനിതാ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ വേണം, സംവരണമുണ്ട്. അപ്പോൾ അവരുടെ ഫോട്ടോ കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണ്, ചുവരുകളിൽ ഫോട്ടോ വരാൻ പാടില്ല. അപ്പോൾ ഭർത്താവിൻ്റെ ഫോട്ടോ വരും. എന്നിട്ട് ഇന്നടുത്ത് അബൂബക്കർ കുഞ്ഞിൻ്റെ ഭാര്യ നൂർബിന, അങ്ങനെയൊക്കെയുള്ള പേരുകൾ, അങ്ങനെയൊക്കെയുള്ളൊരു ചരിത്രമാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് വനിതാ സ്ഥാനാർത്ഥികളായി, പൊതുപ്രവർത്തകരായി, തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷരായി ഒരുപാട് പേര് കഴിവ് വന്നു, ഒത്തിരി പേര് വന്നു. അപ്പം അത് നൂർബിന പറഞ്ഞുവല്ലോ. അതേപോലെ അന്ന് KP മറിയുമ്മ ഒക്കെ നമ്മളുമായിട്ടൊക്കെ ഒത്തിരി, എൻ്റെ മാസികയുമായിട്ടൊക്കെ വളരെ അടുത്ത് ഞങ്ങളൊക്കെ ഒത്തിരി മീറ്റിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ധാരാളം ചിത്രങ്ങളെടുത്ത് അവരുടെയൊക്കെ പബ്ലിസിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതുപോട്ടെ, തീർച്ചയായിട്ടും അവർക്ക് ഓൾ ദി ബെസ്റ്റ് പറയാനേ നമുക്കിപ്പം കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട നമ്മുടെ കോൺഗ്രസ് പ്രതിനിധികൾ, ശ്രീകുമാറെ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ പ്രശ്നമാണത്. കരുത്തുറ്റ ഒരു നേതൃത്വം കോൺഗ്രസ്സിന് പണ്ട് കരുണാകരൻ്റെ കാലം, ആൻ്റണി, അതിനപ്പുറം ഉമ്മൻചാണ്ടിയുടെ കാലം, പിണറായി വിജയൻ എന്ന് പറയുന്നത് CPMൻ്റെ കരുത്തിനായ ഒരു നേതാവാണ്. അദ്ദേഹത്തെ, ആ നേതാവിൻ്റെ വാക്കിനെ വെല്ലുവിളിക്കാൻ ആർക്കും അങ്ങനെ കഴിയുകയില്ല പാർട്ടിക്കകത്ത്. അങ്ങനെ കഴിഞ്ഞവരൊക്കെ 1-2 പേര് ഇറങ്ങിപ്പോയിട്ടുണ്ട്. G. സുധാകരൻ, അങ്ങനെ കുറേ പേരൊക്കെ കണ്ണൂരിലൊരു വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. സംശയമൊന്നുമില്ല, അത് വലിയ കുഴപ്പം തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ട് CPMൻ്റെ അകത്തെ ഏറ്റവും വലിയ അനുകൂല ഘടകം എന്ന് പറയുന്നത് ആ നേതൃത്വത്തിൻ്റെ കയ്യിലാണ് പാർട്ടി, ആ നേതൃത്വത്തിൻ്റെ കയ്യിലാണ് ഗവൺമെൻറ്. പൂർണ്ണമായ നിയന്ത്രണം കേഡർ പാർട്ടിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് അത് എന്ന് പറയാം. അതുപോലെ ഒരു സംഘടന കെട്ടിപ്പടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. സുധാകരൻ ശ്രമിച്ചു, ഒന്നും നടക്കുകയില്ല. സുധാകരനെ കൊണ്ട് ഒട്ടുമേ നടക്കുകയില്ല. ഇവിടുത്തെ പ്രശ്നം ഒരു കേഡർ പാർട്ടി എന്ന നിലയ്ക്കല്ല, പഴയതുപോലെ ഒരു ജനങ്ങളുടെ ഒരു പ്രസ്ഥാനമായിട്ട് മാറ്റിയെടുക്കാൻ, ജനങ്ങളുടെ ആവേശം ഉൾക്കൊണ്ടും കൊണ്ട് ജീവിക്കാൻ, സംഘടനാ പ്രവർത്തനം നടത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് KSUവിൻ്റെ സ്ഥിതി എന്താ നമുക്കറിയാമല്ലോ. ഞങ്ങൾ തിരുവനന്തപുരത്ത് കഴിയുന്നവരാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ലോക്കൽ തിരഞ്ഞെടുപ്പിൽ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാമല്ലോ. അതിന് മുമ്പഴത്തെ തിരഞ്ഞെടുപ്പിൽ 10 സീറ്റ് തികച്ചിട്ടില്ല തിരുവനന്തപുരത്ത് കോൺഗ്രസ്. കാരണം എന്താ? സംഘടനയില്ല. ഇന്നും അത് തന്നെയാണ് സ്ഥിതി. അതിൽ നിന്ന് വരുന്ന പുതിയ ചെറുപ്പക്കാർ, ഇപ്പൊ വൈഷ്ണ നമുക്കറിയാം, വൈഷ്ണ ജയിച്ചത് നമുക്കറിയാം. ആ നിലയ്ക്ക് ഉയർന്നു വരുന്ന KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ജയിക്കാൻ കഴിയുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഈ KSU യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്, SFI DYFI എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഒരു റിക്രൂട്ട്മെന്റ് പ്ലാറ്റ്ഫോമാണ്. അഭിലാഷേ, നമുക്കൊക്കെ അറിയാവുന്നത്, വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. KSUവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്ന ഉമ്മൻചാണ്ടി, AK ആൻ്റണി, അങ്ങനെയൊക്കെയുള്ള വളർന്നു വരുന്ന വരവുണ്ടല്ലോ. ആ വരവിൻ്റെ ഒരു രസമുണ്ടല്ലോ, ആ വരവിൻ്റെ ഒരു ആഘോഷമുണ്ടല്ലോ. അങ്ങനെ ഒരു ആഘോഷം ഇന്ന് കോൺഗ്രസിൽ കാണാനില്ല. സാറേ, അത് വേറൊരു കാലഘട്ടമല്ലേ സാർ? കാലഘട്ടമാണ്, ആ കാലഘട്ടമാണ്, സമ്മതിക്കുന്നതേ. അത് ഈ കാലഘട്ടത്തെ തന്നെയാണ് ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇപ്പൊ 2010 ഷാഫി പറമ്പിൽ KSU പ്രസിഡന്റ് ആയത്. എത്ര പെട്ടെന്ന് 2011 KSUവിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഷാഫി MLA ആയി. ഇപ്പൊ ഷാഫി പറമ്പിലെ പ്രൊഫൈൽ എന്താണ്? അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന D. കുര്യാക്കോസ് MP ആണ്. വിഷ്ണുനാഥ് KSUവിന്റെ പ്രസിഡന്റ് ആയിരുന്നു. കൃഷ്ണനാഥ് ഇപ്പൊ PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിലാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയും ആന്റണിയും കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ ആ ധാര അവസാനിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, ധാര അവസാനിച്ചിട്ടില്ലെങ്കിലും യൂത്ത് കോൺഗ്രസ് ഇവർക്കൊക്കെ ഉണ്ടല്ലോ ഈ സീറ്റുകൾ കൊടുക്കുമ്പോഴത്തേക്ക്, മുമ്പ് ഉമ്മൻചാണ്ടിക്കും വയലാറിനും ഒക്കെ സീറ്റ് കിട്ടിയത് മാതിരി ഉള്ള ഒരു താല്പര്യം കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല. അതാണ് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാതെ കോൺഗ്രസിന് സംഘടനാ രംഗത്തൊരു ശക്തിയും ബലവും ആർജിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ശ്രീകുമാർ, കോൺഗ്രസിനെ സംബന്ധിച്ച്
ബാക്കി എല്ലാവരും കളത്തിൽ ഇറങ്ങുക എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരാം എന്നൊക്കെ പറയാൻ കുഴപ്പമൊന്നുമില്ല, സമയമൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ പരമാവധി ഒഴിവാക്കി അണികൾക്ക് കൂടി അതൊന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലാക്കാൻ ഇനിയിപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള തർക്കമുണ്ടെങ്കിലും സമയം ഇത്ര കുറച്ചേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അവർ നാളെ കൊണ്ടെങ്കിലും കൈ കൊടുക്കും സമ്പൂർണ്ണമായി എന്ന് നമ്മൾ വിചാരിക്കാമോ? അങ്ങനെ നോക്കൂ അഭിലാഷൻ, നമ്മൾക്ക് ഒരുപാട് തിരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ളതല്ലേ. ഒരു സ്ഥാനാർത്ഥിയല്ല സത്യത്തിൽ മുഖ്യമായ പ്രശ്നം. സ്ഥാനാർത്ഥികളൊക്കെ നാട്ടിലെ എല്ലാവർക്കും അറിയുന്ന ആൾക്കാരായിരിക്കും. ഇപ്പൊ പ്രഖ്യാപിച്ചതിന് വരാൻ പോകുന്നതൊക്കെ അങ്ങനെയാ. കുറെ പേര് ഇപ്പൊ തന്നെ ഫീൽഡിലുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിപ്പോ ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് ഒരു മുന്നണി 10 വർഷം പഠിച്ച ശേഷമുള്ള ആ മുന്നണിയുടെ നയങ്ങളും UDF നയങ്ങളുമാണ്. അതാണ് പുതിയുഗം എന്ന് പറയുന്നത്. നോക്കൂ, ഇപ്പോൾ ശ്രീ ഗോപന്റെ പാർട്ടിക്ക് അവരുടെ പാർട്ടിക്കുള്ളിലെ അന്ധചിത്രത്തെ കുറിച്ചല്ലേ സംസാരിക്കാൻ സമയമുള്ളൂ. MP ജയരാജൻ ഇന്ന് രാവിലെ 1 മണിക്കൂർ സംസാരിച്ചിട്ട് എന്തെങ്കിലും നേട്ടം പറയാൻ പറ്റിയോ? പാർട്ടിയിലത്തെ അന്ധചിത്രത്തെ കുറിച്ച് മറുപടി പറഞ്ഞ് ഇനി അവർ മടുക്കും. ഇനി ഓരോ ദിവസവും അവർക്ക് ഉത്തരം പറയേണ്ടി വരും. അപ്പൊ നേട്ടമൊക്കെ പോയി, ഇപ്പൊ തന്നെ നേട്ടം പോയി. അപ്പൊ UDF ഒരു എളുപ്പ വഴിയായി. പിന്നെ രണ്ടാമത്തെ കാര്യം, ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ പറഞ്ഞ് വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ സുകന്യെ സ്ഥാനാർത്ഥി ആക്കാമായിരുന്നില്ല എന്നൊരു ചോദ്യം ഇന്നലെ TK ഗോവിന്ദൻ ഉന്നയിച്ചു. സുകന്യ SFIയുടെ നേതാവായിരുന്നു, ഒന്നും ഉണ്ടായില്ലല്ലോ. തിരുവനന്തപുരത്ത് മേയറായിട്ട് ആര്യ രാജേന്ദ്രനെ കൊണ്ടുവന്നു. എന്താ അസംബ്ലിയിൽ സ്ഥാനാർത്ഥിയാക്കാതിരുന്നത് ആ പാർട്ടി? പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ വളർന്നവരാ. ആന്റണി ഇന്ന് അദ്ദേഹം വിശ്രമ ജീവിതത്തില, ഉമ്മൻചാണ്ടി മരിച്ചുപോയി. നോക്ക്, ഇവിടെ വേറെ തലമുറ വന്നു. കോൺഗ്രസിലെ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. അതുപോലെ ഉണ്ടോ CPM-ലെ? ഒരാളുടെ പേര് പറ. ജേക്കബ് ജോർജ്. KC-യുടെ വളർന്നു വന്നവരെല്ലാം അഭിലാഷ് പറഞ്ഞ പോലെ അല്ല, ഞാൻ പറയട്ടെ KC-യിലൂടെ വളർന്നു വന്നവരെല്ലാം ഇന്ന് KPCC ഭാരവാഹികളും AICC ഭാരവാഹികളുമാണ്. AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ KSU പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു. അതറിയാമല്ലോ. SFIയുടെ DYFയുടെ എത്ര നേതാക്കൾ അങ്ങനെ വന്നു. പ്രകാശ് കാരാട്ടും പഴയ C ഭാസ്കരനും പ്രകാശ് കാരാട്ടും കഴിഞ്ഞ് കേരളത്തിൽ നിന്ന് പിന്നി പോകുന്നത് MA ബേബി അല്ലേ? എവിടെ മറ്റു നേതാക്കളെ, ചെറുപ്പക്കാരെ നേതാക്കൾ എവിടെ? പഴയ കാലത്ത് VS-ന്റെ ഒപ്പം എന്താ വസന്തൻ എവിടെ? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണേ, സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ അഭിലാഷ് വെച്ച ചോദ്യമുണ്ട്. കോൺഗ്രസിലെ ഇപ്പൊ ഇലക്ഷന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നു കഴിഞ്ഞു. ഈ സ്ഥാനാർത്ഥി അടുത്ത ലിസ്റ്റ് നാളെയോ മറ്റന്നാളോ വരും. പക്ഷെ അഭിലാഷേ, അസംബ്ലി ഇലക്ഷനിലെ ഒരു 5-6 ദിവസം ധാരാളം മതി. കാരണം നേതാക്കളെ അറിയാം, അവിടെ മത്സരിക്കുന്നവരെ അറിയാം, പരിചയപ്പെടുത്തണ്ട. പക്ഷെ ഒരു നയമുണ്ട്, നിലപാടുണ്ട്. ആ നയം എന്താന്ന് വെച്ചാൽ ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ കുറിച്ചാണ് UDF പറഞ്ഞു കഴിഞ്ഞു പുതിയ യാത്രയില്. പക്ഷെ CPM ഇനി പറയാൻ പറ്റുമോ? ഇന്ന് മുഖ്യമന്ത്രി കണ്ണൂർ ഇറങ്ങിയില്ലേ? അധികം മ്ലാനതയോടെ അല്ല അദ്ദേഹം അവിടെ പോയത്. നിറയെ കറുത്ത കാലുകളായിരുന്നു. വളരെ സങ്കടത്തോടെ അല്ല അദ്ദേഹം അവിടെ പോയിട്ടുണ്ടാവുക. കാരണം പാർട്ടിയുടെ തലസ്ഥാനമായ കണ്ണൂരില് എന്താണ് സംഭവിച്ചത് ഇന്നലെ? അവിടെ അദ്ദേഹം പ്രതികരിച്ചോ? അഭിലാഷേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പാർട്ടിയിൽ ഇത്രയും പൊട്ടിത്തെറി ഉണ്ടായി. ഒരു പത്രസമ്മേളനം നിങ്ങൾ പ്രതീക്ഷിച്ചില്ലേ അഭിലാഷേ? MV ഗോവിന്ദൻ മാഷ് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഇന്റർവ്യൂ ചെയ്തു. നിങ്ങൾക്ക് ഇന്റർവ്യൂ തരുമോ കേരള മുഖ്യമന്ത്രി ഈ പാർട്ടി കാര്യങ്ങൾ സംസാരിക്കാൻ? മുഖ്യമന്ത്രിയോട് ചോദിച്ചു നോക്കാൻ. സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂ തരാറുണ്ട്. ഇത്തവണ തരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ചോദിച്ചു നോക്കാം. വളരെ നന്ദി 4 പേർക്കും. ഇനിയും കാര്യങ്ങൾ മുമ്പോട്ട് പോകാനുണ്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ. അതുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും ഇരിക്കാം. വളരെ നന്ദി. ഇപ്പോൾ സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു.